കഥ തുടരുന്നു. നാൽക്കാലിക്കൽ എയർപോർട്ട് നിർമ്മാണത്തിനായി കുന്നിരിച്ച് പുഞ്ചനിരത്തിയ ഭാഗം. അങ്ങേയറ്റത്ത് കയ്യേറി കുടിൽ കെട്ടി താമസിക്കുന്നവരുടെ വീടുകളിലെ വെളിച്ചം കാണാം. ഇങ്ങേയറ്റത്തേക്ക് ഒരു കാളി സിരച്ചു വന്ന് ബ്രേക്കിട്ടു. അതിൽ നിന്ന് 5 പേർ ഇറങ്ങി. നേരത്തെ നിലാവുണ്ടായിരുന്നു. അല്പം അകലെ ഇനിയും നികത്താതെ ബാക്കി കിടക്കുന്ന പുഞ്ചപ്പാടത്ത് വെള്ളത്തിൽ മീനുകൾ കുത്തിമറിയുന്നതിൻ്റെ തിളക്കം കണ്ടു. ഒരാൾ സെൽഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ ഭാവിച്ചു. അടുത്ത നിമിഷം ഒരു ആക്റ്റീവയുടെ ശബ്ദം കേട്ടു. 5 പേരും അവിടേക്ക് നോക്കി. സ്കൂട്ടറിൻ്റെ ഒറ്റക്കണ്ണിലെ വെളിച്ചം. 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്കൂട്ടർ അവർക്കരികിൽ വന്നു നിന്നു. അതിൽ നിന്ന് പിങ്ക് പോലീസ് SI വിജയ ഇറങ്ങി. നിങ്ങൾ വന്നിട്ട് അധിക നേരമായോ? വിജയ അവരെ നോക്കി. ഇല്ല, ഒരാൾ പറഞ്ഞു. സൈബർ സെൽ SI ബിന്ദുലാലായിരുന്നു അത്. അവർക്കിടയിൽ അല്പനേരത്തെ മൗനം. അത് മുറിച്ചത് വിജയയാണ്. ആരാണ് ഈ കൽക്കി എന്ന് പറയുന്ന മുസാഫിർ സുബ്രഹ്മണ്യ ഈശോ എന്ന് കണ്ടുപിടിച്ചോ? ഇല്ല, അയാൾ സ്വന്തം ഫോണിൽ നിന്ന് ഇന്ന് വരെ ആരെയും വിളിച്ചിട്ടില്ല. സ്വന്തം പേര് പറഞ്ഞ്. ഒരു തവണയെങ്കിലും അവൻ ആ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തപ്പിയെടുത്തേനെ, ബിന്ദുലാൽ ഉറപ്പിച്ചു പറഞ്ഞു. അവൻ ആരെയെങ്കിലും സ്വന്തം പേര് പറഞ്ഞ് വിളിച്ചാൽ ആ ഫോൺ മറ്റാരുടേതോ ആണെന്ന് ഉറപ്പ്. ആ 6 സംഘം ചിന്താധീനരായി. നമുക്ക് പാരലായിട്ടാണ് അവൻ്റെയും പോക്ക്. സത്യത്തിൻ്റെ ഘാതകരെ നമ്മൾ തീർക്കണമെന്ന് കരുതിയപ്പോഴാണല്ലോ അവൻ്റെ ഇടപെടൽ. ഇത്രയും കാലം അവൻ്റെ പേര് നമ്മൾ കേട്ടിട്ടില്ല. പെട്ടെന്ന് എവിടെ നിന്ന് വന്നുവെന്നാണ് അറിയാത്തത്. SI ആർജവ് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. 6 സംഘത്തിലെ 4-മൻ സംസാരിച്ചു. കൊട്ടേഷൻ സംഘക്കാരെ നിയോഗിച്ച സാർ ആരെന്ന് അറിയണ്ടേ വിജയ്ക്ക്? വിജയ പിടഞ്ഞുണർന്നു. കണ്ടുപിടിച്ചു. അത് SP സാർ അയാളെ തിരക്കി നടക്കുകയാണല്ലോ. SP സാറിന് സാധിച്ചില്ലെങ്കിൽ സൈബർ സെല്ലിൽ ഇരിക്കുന്നവന് സാധിക്കാതിരിക്കുമോ? ബിന്ദുലാൽ അഭിമാനത്തോടെ സംസാരിച്ചു. പലവട്ടം അരുണാചലൻ സാർ എന്നോട് തിരക്കി. എന്തെങ്കിലും വിവരം കിട്ടിയോന്ന്? ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ തടിയൂരി. ഒന്ന് പറ ബിന്ദു, ആരാണവൻ? എൻ്റെ കുഞ്ഞനുജനെ. വിജയ അസ്വസ്ഥയായി. അവളുടെ ശബ്ദം ചിലമ്പി. DYSP അനിരുദ്ധൻ. അയാളാണ് ആ സാർ. വിജയ നടുങ്ങിപ്പോയി. എന്തിനാ അയാൾ? അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടേണ്ടത് അയാളുടെ നാവിൽ നിന്ന് തന്നെയാണ്. ഏതായാലും ഒന്നുറപ്പാണ്, മറ്റാർക്കോ വേണ്ടിയാണ് അനിരുദ്ധൻ ആ ഇടപാട് നടത്തിയത്. ആർജവന് അക്കാര്യത്തിൽ സംശയമില്ല. വിജയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. നിങ്ങൾ 5 പേരോടും കൂടി ഒരു കാര്യം ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. അനിരുദ്ധൻ സാറിന് മാപ്പില്ല. തല്ലിച്ചതച്ച് അയാളെ ജീവനോടെ വിട്ടേക്കാം എന്ന് ആരും പറഞ്ഞേക്കരുത്. അനുസരിക്കില്ല ഞാൻ. 5 പേരും അവളുടെ മുഖത്തേക്ക് നോക്കി. നില വെളിച്ചമേറ്റ് ആ കണ്ണുകൾ നീലരത്നങ്ങൾ പോലെ തിളങ്ങുന്നത് അവർ കണ്ടു. അക്കാര്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം വിജയെ, SI ഉമേഷ് കുമാർ പറഞ്ഞു. സൈബർ സെല്ലിൽ ബിന്ദുലാലിനേക്കാൾ മിടുക്കന്മാർ ഉള്ളതുകൊണ്ടാണ് ഫോണിൽ ചർച്ച ചെയ്യാതെ നമ്മൾ ഇവിടെ കൂടിയതെന്ന് ഓർക്കണം. നമ്മുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്, അതേക്കുറിച്ച് ഇനി എന്ത് ചിന്തിക്കാൻ? ഓപ്പറേഷൻ അനിരുദ്ധൻ. വിജയ അതിൽ നിന്ന് പിന്നോട്ടില്ല. ഓക്കെ, മറ്റുള്ളവർ സമ്മതിച്ചു. എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ? വിജയ തലപ്പുകച്ചു. പെട്ടെന്ന് അവൾക്കൊരാശയം കിട്ടി. ഇലന്തൂർ ഖാദിഭവന് അടുത്തുള്ള ഒരു വീട്ടിലെ സ്ത്രീയുമായി അനിരുദ്ധന് അവിഹിത ബന്ധമുണ്ട് എന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ പരസ്യമായ രഹസ്യമാണ്. ബിന്ദുലാൽ നോക്കിക്കഴിഞ്ഞാൽ അയാൾ അവിടെ പോകുന്ന സമയം കണ്ടെത്താൻ കഴിയും. ആ സ്ത്രീയുടെ ഭർത്താവ് വിദേശത്തോ മറ്റോ ആണ്. അവർക്ക് താൻ ചെല്ലുന്ന വിവരം അയാൾ ഫോൺ ചെയ്ത് അറിയിക്കാതിരിക്കില്ല. ആ ആശയം എല്ലാവർക്കും ഇഷ്ടമായി. അയാൾ അവിടെ എത്തുന്ന ദിവസം പിടികൂടണമെന്ന് തീരുമാനിച്ച് അവർ പിരിഞ്ഞു. അടുത്ത ദിവസം വിജയ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് കുളിച്ച് വേഷം മാറി വന്നപ്പോൾ മാലിനി അവൾക്ക് ചായ നൽകി. അവരുടെ കണ്ണുകളിലെ നനവ് ഇനിയും മാറിയിട്ടില്ല. വിജയ്ക്ക് അമ്മയുടെ മുഖത്തെ സങ്കടം കാണാനുള്ള കരുത്തില്ല. മറ്റെവിടെയോ നോക്കിക്കൊണ്ട് അവൾ ചായക്കപ്പ് വാങ്ങി. സത്യൻ്റെ സഞ്ചയനം നാളെയാണ്. അതിനുവേണ്ട സാധനങ്ങളൊക്കെ അനൂപ് വാങ്ങിക്കൊണ്ടുവന്നു. ഒരു ഭാഗത്ത് അത് ഭദ്രമായി ഒതുക്കി വെച്ചു. വിജയ ചായയുമായി തൻ്റെ മുറിയിലേക്ക് പോയി. റെഡ് ഗ്രൂപ്പിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് അറിയാൻ ഫോൺ എടുത്തതേയുള്ളൂ. പെട്ടെന്ന് ഫോണിലൊരു മെസ്സേജ് വന്നു. വിജയ നോക്കി. റെഡ് ഗ്രൂപ്പിൻ്റേത് തന്നെ. ബിന്ദുലാൽ ഇട്ട മെസ്സേജ്. അവളുടെ നെഞ്ചിടിപ്പേറി. തിടുക്കത്തിൽ മെസ്സേജ് തുറന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു. സാലറി ചലഞ്ചിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാണ്. ഇന്ന് രാത്രി 11 മണിക്ക് അക്കാര്യത്തിൽ തീരുമാനം എടുക്കണം. വാചകങ്ങൾക്കിടയിലെ അർത്ഥം വിജയ്ക്ക് മനസ്സിലായി. അനിരുദ്ധൻ 11 മണിക്ക് ആ സ്ത്രീയെ കാണാനെത്തും. SI വിജയുടെ ഞരമ്പുകളിൽ ചോരയോട്ടത്തിന് വേഗതയേറി. അനിരുദ്ധൻ അവളുടെ മുഷ്ടി മുറുകി. വിജയ ഫോണിലേക്ക് നോക്കി. റെഡ് ഗ്രൂപ്പിലെ ബാക്കിയുള്ളവരുടെ റിപ്ലൈ വന്നു കഴിഞ്ഞു. യെസ് എന്ന്. പിന്നീട് അതേക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു വിജയ. അനിരുദ്ധനെ എങ്ങനെ കൊല്ലണം? എത്ര ഇഞ്ചിഞ്ചായി കൊന്നാലും അയാൾ ചെയ്തിട്ടുള്ളതിന് പകരമാവില്ല. തനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് നേരത്തെ തന്നെ വിജയ വീട്ടിൽ പറഞ്ഞു. വാസ്തവൻ നെറ്റി ചുളിച്ചു. പിങ്ക് പോലീസിനും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ടച്ചാ. ഞങ്ങളുടെ സേവനം എപ്പോൾ ആർക്കാണ് വേണ്ടതെന്ന് അറിയില്ലല്ലോ. വാസ്തവന് മുഖം കൊടുക്കാതെയാണ് അവൾ അറിയിച്ചത്. അയാൾ അമർത്തി മൂളി. കരടി വാസു അന്ന് ഹോസ്പിറ്റൽ വിട്ട ദിവസമായിരുന്നു. വീട്ടിലെത്തിയ അയാൾക്ക് ആകെ അസ്വസ്ഥത തോന്നി. അമ്മയില്ല. വെറുതെയാണെങ്കിലും അമ്മ തെറിയെ വിളിക്കുള്ളായിരുന്നു. അപ്പോൾ താനും തിരിച്ച് എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. പക്ഷേ ഇപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ആ അമ്മയുടെ തെറിവിളി കേൾക്കാൻ ഒരു കൊതി.
അസ്വസ്ഥതയേറിയപ്പോൾ അയാൾ ഒരു അയൽക്കാരനെ അയച്ച് കിടങ്ങുന്നൂർ ബിവറേജ് മദ്യഷോപ്പിൽ നിന്ന് ഒരു കുപ്പി ഓൾഡ് മങ്ക് റം വാങ്ങിപ്പിച്ചു. പിന്നെ അയൽക്കാരനും അല്പം കൊടുത്തിട്ട് മദ്യം പാനം തുടങ്ങി. ശരീരം ചൂട് പിടിക്കുന്നതിനോടൊപ്പം ചിന്തകളും വളരാൻ തുടങ്ങി. കൂർത്ത ആണികളുള്ള ഏതോ ആയുധം കൊണ്ട് തന്നെ ആക്രമിച്ചത് ഒരു പുരുഷനല്ല, സ്ത്രീയാണ് അങ്ങനെ ചെയ്തതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പൊടുന്നിനെ അയാൾ മുൻ ആഭ്യന്തരമന്ത്രി രാജസേനെ കുറിച്ച് ഓർത്തു. പറഞ്ഞ കൂലി തന്നിട്ടാണ് താൻ വാസുദേവനെ ആക്സിഡൻറ്റിൽപ്പെടുത്തിയതെന്ന് സത്യം. പക്ഷേ ആ പണമൊക്കെ എന്നേ തീർന്നു. ആരെയെങ്കിലും അയച്ച് തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പോലും പിന്നീട് അയാൾ തിരക്കിയിട്ടില്ല. ആ ചിന്ത വന്നതോടെ കരടിവാസു ഫോണെടുത്ത് രാജസേനെ വിളിച്ചു. രണ്ടാമത്തെ ബെല്ലിന് ഫോൺ കട്ട് ചെയ്തു. അബദ്ധത്തിൽ സംഭവിച്ചതാവാം എന്ന് കരുതി വീണ്ടും ശ്രമിച്ചു. ഇത്തവണയും പഴയതുപോലെ. താൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് കട്ട് ചെയ്തതാണെന്ന് അയാൾക്ക് ഉറപ്പായി. വാസു കടപ്പല്ലമർത്തി. നാളെയാട്ടെ, നേരെ ചെല്ലും താൻ രാജസേൻ്റെ മുന്നിലേക്ക്. മാത്രമല്ല, തൻ്റെ അമ്മയെ ചുട്ടുകരിച്ചതിൽ രാജസേൻ്റെ മകന് പങ്കുണ്ടെന്ന് പത്രങ്ങളിലും ടി വിയിലുമൊക്കെ വാർത്തയുമുണ്ടായിരുന്നു. മരിച്ചുപോയ അമ്മയെ തിരികെ കിട്ടില്ല, പക്ഷേ അമ്മയുടെ വില തനിക്ക് കിട്ടിയേ പറ്റൂ, അയാൾ ഉറപ്പിച്ചു. സമയം രാത്രി 10 മണി. SI വിജയയുടെ കൈനറ്റിക് ഹോണ്ട ഇലന്തൂർ നെടുവേലി മുക്കിലെത്തി. കടകൾ അടഞ്ഞിരുന്നു. കുരിശുപടിക്ക് മുന്നിൽ അവൾ കാത്തുനിന്നു. റെഡിലെ മെമ്പേഴ്സ് മറ്റ് 4 പേർ എത്തിക്കഴിഞ്ഞു. ഇനി വരാനുള്ളത് ആർജവാണ്. പെട്ടെന്ന് എല്ലാവരുടെയും സെല്ലിൽ മെസ്സേജ് വന്നു. ഞാനൊന്ന് വീണു, പിന്നാലെ വന്ന് സാലറി ചലഞ്ചിൽ പങ്കെടുക്കാം. അവർ 5 പേരും തങ്ങളുടെ വാഹനങ്ങളിൽ മുന്നോട്ട് നീങ്ങി. ഇലന്തൂർ ചന്ത മുതൽ മുന്നോട്ട് പല ഭാഗങ്ങളിലായി വാഹനങ്ങൾ ഒതുക്കി. ഗാന്ധിഭവൻ്റെ തൊട്ടടുത്ത് നിന്ന് വലത്തേക്ക് തിരിയുന്ന പോക്കറ്റ് റോഡിലേക്ക് അവർ നടന്നു. 10 മിനിറ്റ് നടന്നപ്പോൾ റോഡിന് വലതുവശത്ത് പാടം മണ്ണിട്ട് നികത്തി വെച്ചിരിക്കുന്ന ഒറ്റപ്പെട്ട വീട് കണ്ടു. അതാണ്, ഉമേഷ് കുമാർ മന്ത്രിച്ചു. ശബ്ദമുണ്ടാക്കാതെ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയ അവർ വീടിന് ചുറ്റുമുള്ള വാഴത്തോട്ടത്തിൽ പല ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചു. അകലെ എവിടെയോ ഒരു ബുള്ളറ്റ് ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. സമയം കടന്നുപോയി. കൃത്യം 11 മണി. 2 തീക്കണ്ണുകൾ അടുത്തു വന്നു. അത് ആ വീടിൻ്റെ ഗേറ്റിനരികിൽ നിന്നു. വീടിൻ്റെ വാതിൽ തുറക്കുന്നത് SI വിജയെ കണ്ടു. വാഴയ്ക്ക് പിന്നിലെ ഇരുട്ടിൽ നിന്ന് വിജയ തലനീട്ടി നോക്കി. സുന്ദരിയായ ഒരു സ്ത്രീ മുടി പിന്നിലേക്ക് വാരി കെട്ടിക്കൊണ്ട് വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്നു. അല്പം തടിച്ച ശരീരം, ഇളം മഞ്ഞ നിറത്തിലുള്ള നൈറ്റിയാണ് വേഷം. അവൾ ഗേറ്റിനരിയിലേക്ക് നടക്കാൻ ഭാവിച്ചതേയുള്ളൂ. പൊടുന്നിനെ ഗേറ്റിൽ വന്നു നിന്ന ഐട്ടൺ കാറിൻ്റെ മുന്നിൽ ഇടതുവശത്തെ ഡോർ തിടുക്കത്തിൽ തുറന്നടഞ്ഞു. സ്ത്രീ ഒന്ന് സംശയിച്ചു നിന്നു. അടുത്ത നിമിഷം കാർ മുന്നോട്ട് പാഞ്ഞുപോയി. സ്ത്രീ വേഗം തിരിച്ച് സിറ്റൗട്ടിൽ കയറി. കാർ പോയ ഭാഗത്തേക്ക് സംശയത്തോടെ നോക്കി നിന്നു. അനിരുദ്ധൻ്റെ കാർ തന്നെയാണെന്ന് അതെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. സ്ത്രീ അകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്തു. പിന്നെ അനിരുദ്ധൻ്റെ നമ്പറിലേക്ക് ഫോൺ ചെയ്തു. അപ്പുറത്ത് രണ്ടാമത്തെ ബെല്ലിന് അറ്റൻഡ് ചെയ്യപ്പെട്ടു. എന്താ സാറേ അങ്ങ് പോയത്? പരിഭവത്തോടെ സ്ത്രീ തിരക്കി. ഭർത്താവ് വിദേശത്ത് രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ നെയ്മുറ്റിയെ നീ ഇവിടെ കണ്ടവനോടൊപ്പം അർമാദിക്കുകയാണ് അല്ലേടി? അപ്പുറത്ത് നിന്ന് ഒരലർച്ച. നടുങ്ങിപ്പോയി ആ സ്ത്രീ. താൻ നമ്പർ തെറ്റിയാണോ വിളിച്ചതെന്ന് അവർ സംശയിച്ചു. നോക്കുമ്പോൾ അല്ല. നിങ്ങളാരാ? അവൾക്ക് ദേഷ്യം വന്നു. നിന്റെ കാലൻ മാനമര്യാദയ്ക്ക് ജീവിച്ചോണം. ഇനി അന്യനൊരുത്തൻ നിന്റെ വീടിൻ്റെ പടി കടന്നാൽ അവനെയും തീർക്കും. പിന്നെ നിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്യും. വൈക്കടി ഫോൺ. പേടിച്ച് ഫോൺ കട്ട് ചെയ്തു പോയി ആ സ്ത്രീ. പിന്നെ ദയനീയമായി അവൾ ഡൈനിങ് ടേബിളിലേക്ക് നോക്കി. അവിടെ ചിക്കൻ ഫ്രൈയും പാലപ്പവും കഴിഞ്ഞ തവണ അച്ചായം വന്നപ്പോൾ കൊണ്ടുവന്ന റോയൽ സല്യൂട്ടിൻ്റെ ബോട്ടിലും ഇരിക്കുന്നു. എല്ലാം അനിരുദ്ധൻ സാറിന് വേണ്ടി കരുതിയതാണ്. തളർച്ചയോടെ അവൾ സെറ്റിയിലേക്ക് വീണു. പുറത്തുണ്ടായിരുന്ന റെഡിലെ 5 പേർക്കും നടന്നതെന്താണെന്ന് വ്യക്തമായില്ല. ഒരുപക്ഷെ തങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അനിരുദ്ധൻ സാർ രക്ഷപ്പെട്ടു പോയതായിരിക്കുമോ? 5 പേരും വീണ്ടും വാഴത്തോട്ടത്തിൽ ഒത്തുചേർന്നു. എന്തായാലും നമ്മളെ ഒരിക്കലും അയാൾ ഇവിടെ പ്രതീക്ഷിക്കില്ല. മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതാവും, മടങ്ങി വരാതിരിക്കില്ല, ബിന്ദുലാൽ തീർത്തു പറഞ്ഞു. നമ്മളിവിടെ വന്നു പോയില്ലേ, അല്പനേരം കൂടി കാത്തിരിക്കാം, ഉമേഷ് കുമാറും പറഞ്ഞു. കാത്തിരിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. പക്ഷേ ആ സമയം ഐട്ടൺ കാർ മെഴുവേലി ആലക്കോട് എത്തിയിരുന്നു. എടുത്തേക്ക് തിരിക്കടാ, കോ ഡ്രൈവർ സീറ്റിലിരുന്ന ഹെൽമെറ്റ് ധാരി കൽപ്പിച്ചു. അനിരുദ്ധൻ അയാളെയും തൻ്റെ ഇടുപ്പിൽ അമർത്തിപ്പിടിക്കുന്ന പിസ്റ്റളിലേക്കും അമർഷത്തോടെ നോക്കി. പിന്നെ കാർ എടുത്തേക്ക് തിരിച്ചു. താൻ ഗേറ്റിന് മുന്നിൽ കാർ നിർത്തിയ നിമിഷം മിന്നൽ വേഗത്തിലാണ് ഇവൻ അകത്ത് കയറിയതെന്നും പിസ്റ്റൾ അമർത്തിയതെന്നും അനിരുദ്ധൻ ഓർത്തു. ഇവനെ അനുസരിക്കുകയല്ലാതെ തനിക്ക് നിവൃത്തിയില്ലായിരുന്നു. അനിരുദ്ധൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ശേഷം തിരുക്കി. എന്താ നിനക്ക് വേണ്ടത്? ഞാൻ സാധാരണ അങ്ങോട്ടൊന്നും ആവശ്യപ്പെടാറില്ല. ആവശ്യമുള്ളത് എടുക്കത്തേയുള്ളൂ. ഹെൽമെറ്റിനുള്ളിൽ നിന്ന് ശബ്ദം കേട്ടു. കാർ PIP കനാലിന് കുറുകെയുള്ള പാലത്തിനടുത്തെത്തി. ഇടത്തേക്ക് അയാൾ നിർദ്ദേശിച്ചു. കനാലിൻ്റെ തിട്ടയോട് ചേർന്ന റോഡായിരുന്നു അത്. സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഏതു വശത്തേക്കും അറിയാം. ഇരുഭാഗത്തും ഒരു തരം പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. കാർ 100 മീറ്റർ അപ്പുറമുള്ള അക്യുഡക്ടറിലേക്ക് കയറി. അതിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ പിസ്റ്റൾ പിടിച്ചിരുന്ന ഹെൽമെറ്റ് ധാരി കൽപ്പിച്ചു. വീണ്ടും ഇവിടെ നിർത്ത്.
അനിരുദ്ധൻ ബ്രേക്ക് അമർത്തി. ഇറങ്ങ്. കരുതലോടെ അനിരുദ്ധൻ ഇറങ്ങി. പിന്നാലെ അയാളും. ബോണറ്റിനെ മിന്നൽ വേഗത്തിൽ വലം വെച്ച് അയാൾ അനിരുദ്ധൻ്റെ അടുത്തെത്തി. പിന്നെ അയാളെ പിടിച്ച് അക്കുട്ടറേറ്റിൻ്റെ കൈവരിയിൽ ചേർത്തമർത്തി. പിസ്റ്റൾ തൊണ്ടക്കുഴിയിൽ കുത്തിപ്പിടിച്ചു. നിങ്ങളാരാ? തൊണ്ടക്കുഴിയിൽ പിസ്റ്റൾ അമർന്നിരിക്കുന്നതിനാൽ അനിരുദ്ധൻ്റെ ശബ്ദം വല്ലാതെ മാറിയിരുന്നു. ഞാൻ കാലൻ. നേരത്തെ നിന്റെ വേപ്പാട്ടിയോട് പറഞ്ഞത് കേട്ടില്ലടാ. ഹെൽമറ്റിനുള്ളിൽ നിന്ന് പല്ലിഞ്ഞരിക്കുന്ന ശബ്ദം അനിരുദ്ധൻ കേട്ടു. അടുത്ത നിമിഷം അയാൾ പിസ്റ്റൾ മാറ്റുകയും അതിൻ്റെ മടമ്പുകൊണ്ട് അനിരുദ്ധൻ്റെ നെറ്റിയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. അയ്യോ! അയാൾ അലറാനായി വാ തുറന്നപ്പോൾ ഹെൽമറ്റുധാരി പിസ്റ്റൾ അവിടേക്ക് കുത്തിക്കയറ്റി. പൊട്ടിക്കടാ നിൻ്റെ ഈ വൃത്തികെട്ട തല, തണ്ണിമത്തം പോലെ ചിതറിക്കട്ടെ. സംസാരിക്കാൻ കഴിയാത്തതിനാൽ അനിരുദ്ധൻ കൈയെടുത്ത് വിലക്കി. അയാളുടെ നെറ്റി പിളർന്ന് ചോര മൂക്കിൻ്റെ മുകളറ്റത്തേക്ക് ഒഴുകി. പിന്നെ അത് 2 കണ്ണുകളിലേക്കും വലിച്ചിറങ്ങി. അനിരുദ്ധൻ തല കുടഞ്ഞു. ചോരത്തുള്ളികൾ ചിതറി. ഹെൽമറ്റുധാരി പറഞ്ഞു, നീ കേട്ട് കാണും. ഞാൻ കൽക്കി മുസാഫിറും സുബ്രഹ്മണ്യ ഈശോ. നിന്നെപ്പോലെ പിറപ്പുകേട് കാണിച്ച് നടക്കുന്നവന്മാരെ പരലോകത്തേക്ക് പാഴ്സൽ ചെയ്യുവാൻ കാലിൽ നിന്ന് നേരിട്ട് കോൺട്രാക്റ്റ് എടുത്തവൻ കൽക്കി. ആ പേര് കേട്ടതും അനിരുദ്ധൻ അടിമുടി വിറച്ചു. നീ താഴേക്കൊന്ന് നോക്കിക്കടാ. പറഞ്ഞതും കൽക്കി അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അക്കുട്ടറ്റിൻ്റെ കൈവരിയിലേക്ക് കമിഴ്ത്തി. ചോര കുഴഞ്ഞൊട്ടിയ കൺപോളകൾ വലിച്ചു തുറന്ന് അനിരുദ്ധൻ താഴേക്ക് നോക്കി. അയാൾ വല്ലാതെ നടുങ്ങി. നിലാവെളിച്ചത്തിൽ അങ്ങു താഴെ പാടം കണ്ടു. അതിൽ നിറയെ കാട്ടുചേമ്പുകൾ വളർന്നു നിൽക്കുന്നു. മഞ്ഞ് പറ്റിയതിനാൽ ചേമ്പിലകൾ വെള്ളി പോലെ വെട്ടിത്തിളങ്ങി. അനിരുദ്ധൻ്റെ നെറ്റിയിൽ നിന്ന് മഞ്ചാടിക്കുരു പോലെ ചോരത്തുള്ളികൾ പാടത്തേക്ക് ഇറന്നു വീണുകൊണ്ടിരുന്നു. എന്നെ എന്തിനാണ് നിങ്ങൾ? അനിരുദ്ധൻ പൂർത്തിയാക്കുവാൻ സമ്മതിച്ചില്ല കൽക്കി. അയാൾ തിമട്ടി. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ചോദിക്കുന്നത് ഞാൻ. ഉത്തരം നൽകേണ്ട ജോലി മാത്രം നിനക്ക്. എങ്ങനെ കൽക്കിയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് മാത്രം അനിരുദ്ധന് പിടികിട്ടിയില്ല. കൽക്കി ആദ്യ ചോദ്യം തൊടുത്തു. പിങ്ക് പോലീസ് SI വിജയുടെ സഹോദരൻ സത്യനെ എന്തിനാണ് നീ കൊല്ലിച്ചത്? അനിരുദ്ധൻ ഒന്നുകൂടി നടങ്ങി. ഇവനെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അയാളുടെ മൗനം കൽക്കിയെ ചൊടിപ്പിച്ചു. നീ പറയാൻ വൈകിയാൽ മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞെന്ന് അർത്ഥം. എന്നെ കൊല്ലരുത്. അതേക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എല്ലാം തുറന്നു പറയണം. കൽക്കി പിസ്റ്റൾ അയാളുടെ നട്ടലിന് പുറത്തമർത്തി. ഞാനൊന്ന് ട്രിഗർ അമർത്തിയാൽ നിന്റെ നട്ടലിൽ ബുള്ളറ്റ് തറഞ്ഞിരിക്കും. പിന്നെ നിനക്ക് ജീവിതകാലം മുഴുവൻ കട്ടിലിൽ കിടന്നുകൊണ്ട് എല്ലാം സാധിക്കേണ്ടി വരും. ആ ഓർമ്മ പോലും അനിരുദ്ധനെ വിറപ്പിച്ചു. ഞാൻ പറയാം. എങ്കിൽ സമയം കളയണ്ട. സത്യൻ കോളേജ് ചെയർമാൻ ആകാതിരിക്കാനും അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ തല്ലാനും. അതുകൊണ്ട് നിനക്കെന്ത് നേട്ടം? ഉത്തരമില്ല. എടാ പറയാൻ. പിസ്റ്റൾ ഒന്നുകൂടി അമർന്നു. നേട്ടം എനിക്കല്ല. എനിക്ക് വേണ്ടിയല്ല അത് ചെയ്യിച്ചത്. പിന്നെ രാജസേനന് വേണ്ടിയാണോ? അല്ല. അനിരുദ്ധൻ്റെ ശബ്ദം വിറച്ചു. കൽക്കിയിൽ അമ്പരപ്പ്. ഇത്രയും സമയം അയാൾ കരുതിയത് രാജസേനനോ മകനോ ആയിരിക്കും എല്ലാത്തിനും പിന്നിലെന്നാണ്. എങ്കിൽ നിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന ആ ബസ്റ്റഡ് ആരാണ്? അത് പറഞ്ഞാൽ അയാളെന്നെ കൊല്ലും. അനിരുദ്ധൻ്റെ ശബ്ദം ദയനീയമായി. പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. കൽക്കി അയാളുടെ ഷർട്ടിൻ്റെ പിൻകോളറിൽ പിടിമുറുക്കി. നിനക്ക് വേണ്ടി വേസ്റ്റാക്കാൻ എനിക്ക് തീരെ സമയമില്ല അനിരുദ്ധ. നീ പറഞ്ഞില്ലെങ്കിലും നീ മനസ്സിൽ മറച്ചു വെച്ചിരിക്കുന്ന ആ പേര് ഞാൻ കണ്ടെത്തും. നിന്നെ കൊന്ന് താഴത്തെ പാഴത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യും. കൽക്കി ഹെൽമറ്റിൻ്റെ മുൻഭാഗത്തെ ഗ്ലാസ് അല്പം ഉയർത്തി. പറയുന്നതാണ് നല്ലതെന്ന് അനിരുദ്ധന് തോന്നി. ഞാൻ പറയാം. എങ്കിൽ കൽക്കി പെട്ടെന്ന് അനിരുദ്ധൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്ന സെൽഫോൺ വലിച്ചെടുത്തു. അതിലൊരു നമ്പർ ഡയൽ ചെയ്തു. പിന്നെ അനിരുദ്ധൻ്റെ മുഖത്തിനടുത്തേക്ക് പിടിച്ചു. അപ്പുറത്ത് കാൾ അറ്റൻഡ് ചെയ്തെന്ന് കൽക്കിക്ക് ഉറപ്പായി. നീ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് സത്യം പറയടാ. അനിരുദ്ധൻ അനുസരിച്ചു. അയാൾ പറഞ്ഞു. ഞാൻ DYSP അനിരുദ്ധൻ. കോളേജ് സ്റ്റുഡൻറ്റ് സത്യനെ കൊന്നത് ഞാൻ കൊട്ടേഷൻ നൽകിയിട്ടാ. അങ്ങനെ ചെയ്യാൻ എന്നോട് പറഞ്ഞത് ചീഫ് മിനിസ്റ്റർ വേലായുധൻ സാറാ. അത് കേട്ടതും അറിയാതെ നടുങ്ങിപ്പോയി കൽക്കി. വേലായുധൻ മാസ്റ്ററെക്കുറിച്ച് അങ്ങനെയൊരു ചിത്രമായിരുന്നില്ല കൽക്കിയുടെ മനസ്സിൽ. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം കൽക്കി ചുണ്ടനക്കി. CMന് അതുകൊണ്ട് എന്ത് പ്രയോജനം? അദ്ദേഹത്തിന് ഒരു രഹസ്യ മകനുണ്ട്. ഈ വർഷം അവന് കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ട്. സത്യം ജീവിച്ചിരുന്നാൽ അവനെ രാഷ്ട്രീയമായി വളർത്താൻ CMന് കഴിയില്ല. പറഞ്ഞത് അനിരുദ്ധനാണെങ്കിലും തൊണ്ട വരേണ്ടത് കൽക്കിക്കാണ്. അയാൾ ഫോൺ ഉയർത്തി കാതിലമർത്തി. ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പുറത്തുനിന്ന് ശബ്ദം കേട്ടു. അനിരുദ്ധൻ്റെ കുറ്റസമ്മതം കേട്ടല്ലോ. ഈ ഫോൺ നമ്പറും ശബ്ദവും അയാളുടേത് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അതിനുശേഷം വാർത്ത നൽകിയാൽ മതി. കൽക്കി പറഞ്ഞു. ഹലോ, നിങ്ങൾ ആരാണ്? അപ്പുറത്ത് നിന്ന് ചോദ്യം. ഞാൻ കൽക്കി മുസാഫിർ സുബ്രഹ്മണ്യ ഈശോ. പറഞ്ഞതും അയാൾ കാൾ മുറിച്ചു. പിന്നെ അനിരുദ്ധനെ നിവർത്തി നിർത്തി. ഏതായാലും ഒളിസേവയ്ക്ക് ഇറങ്ങിയതല്ലേ താൻ? ഞാനായിട്ട് അത് തടയുന്നില്ല. 15 മിനിറ്റിനുള്ളിൽ താൻ അങ്ങ് ചെല്ലുമെന്നും ഗേറ്റ് തുറന്നിടാനും പറ. വേണ്ട കൽക്കി, ഞാൻ പോകുന്നില്ല, അനിരുദ്ധൻ അറിയിച്ചു. പോകണം. അല്ലെങ്കിൽ തന്നെ അവിടെ കൊണ്ടിറക്കി ജനങ്ങളെ വിളിച്ചുകൂട്ടി ഞാൻ നാറ്റിക്കും. അത് വേണോ? വേണ്ട. എങ്കിൽ വിളിക്കവളെ. നേരത്തെ ഫോൺ ചെയ്തപ്പോൾ കൽക്കി പറഞ്ഞതിനെക്കുറിച്ച് അവൾ തിരക്കിയാൽ
ഹെൽമറ്റിനുള്ളിൽ കൽക്കിയുടെ ചിരി കേട്ടു. മിടുക്കൻ. അപ്പോൾ ആ കാര്യം മറന്നില്ല. അനിരുദ്ധൻ മിണ്ടിയില്ല. ആ സമയത്ത് തന്നെ ഒരാൾ ആക്രമിച്ചെന്നും ഫോൺ പിടിച്ചു വാങ്ങി അങ്ങനെ സംസാരിച്ചതാണെന്നും പറ. പിന്നെ അയാളെ താൻ കീഴടക്കിയെന്നും പറഞ്ഞേരെ. ആ ആശയം അനിരുദ്ധന് ഇഷ്ടമായി. മാത്രമല്ല അവിടെ എത്തുന്നതിന് മുൻപ് കൽക്കിയെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണമെന്നും അയാൾ തീരുമാനിച്ചു. പിസ്റ്റളിൻ്റെ മുനയിൽ നിർത്തി അനിരുദ്ധനെ കൊണ്ട് കൽക്കി ആ സ്ത്രീയെ വിളിപ്പിച്ചു. ഇലന്തൂർ. അനിരുദ്ധൻ്റെ ഫോൺ സന്ദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ യുവതി പിഴഞ്ഞുണർന്നു. ഇത്രയും നേരവും സെറ്റിയിൽ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു അവൾ. താൻ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഫ്രൈയും പാലപ്പവും ഒന്നും വേസ്റ്റായില്ലല്ലോ എന്ന് അവൾ സന്തോഷിച്ചു. ചുരുക്കത്തിൽ അവൾ എഴുന്നേറ്റു. എന്തോ ചിന്തിച്ചിട്ട് ഗേറ്റിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തു. അല്പനേരം കാത്തു നിന്നിട്ട് വാതിൽ തുറന്നിറങ്ങി. ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെന്ന് ഗേറ്റ് തുറന്നിട്ടു. തിരികെ അവൾ സിറ്റൗട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഐട്ടൻ കാർ വന്ന് അവിടേക്ക് തിരിഞ്ഞു. വാൾത്തോപ്പിലുണ്ടായിരുന്ന വിജയും സംഘവും പെട്ടെന്ന് അലർട്ടായി. യുവതി പെട്ടെന്ന് നിന്നിട്ട് കാറിന് നേർക്ക് നോക്കി. അതിൻ്റെ വെളിച്ചം അവരുടെ കണ്ണുകളിൽ പുളഞ്ഞിറങ്ങി. ഒന്നും കാണാൻ വയ്യ. എന്നാൽ ഗേറ്റിനുള്ളിലേക്ക് കടന്നതും കാർ പെട്ടെന്ന് നിന്നു. അതിൻ്റെ ഡോർ ഒന്ന് തുറന്നടഞ്ഞോ? എൻജിൻ ഓഫായില്ല. ലൈറ്റുകൾ അണഞ്ഞില്ല. യുവതിക്ക് സന്ദേഹമായി. എന്തിനാണ് അനിരുദ്ധൻ സാർ കാർ അവിടെ നിർത്തിയത്? സാധാരണ വരുമ്പോൾ എത്രയും വേഗത്തിൽ പോർച്ചിൽ കൊണ്ടിടാറുള്ളതാണ്. ആ സമയത്ത് വരുന്ന ആരെങ്കിലും തൻ്റെ ഗേറ്റിനരികിൽ കാർ കിടക്കുന്നത് കണ്ടാൽ? വാഴത്തോപ്പിൽ കാത്തു നിന്നിരുന്ന SI വിജയ്ക്കും ഉണ്ടായി അതേ സംശയം. വിജയുടെ കൈ റിവോൾവറിലേക്ക് നീണ്ടു. പിന്നിൽ ഒരു ചലനം. വിജയൻ ഞെട്ടിത്തിരിഞ്ഞു. SI ബിന്ദുലാലാണ്. എന്താ പ്രശ്നം വിജയെ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. കാറിൻ്റെ വെളിച്ചം വാഴത്തോപ്പിലേക്ക് നീണ്ടു വരുന്നുണ്ടായിരുന്നു. അതിനാൽ അവർക്ക് അവിടെ നിന്ന് അനങ്ങാനേ കഴിഞ്ഞില്ല. കാറിന് പിന്നിൽ കനത്ത ഇരുട്ടുമാണ്. വീടിന് മുന്നിൽ സംശയത്തോടെ നിന്നിരുന്ന യുവതി പെട്ടെന്ന് കാറിനടുത്തേക്ക് പായുന്നത് കണ്ടു. കാറിൻ്റെ ഡ്രൈവർ സീറ്റിനടുത്തെത്തിയ അവർ തിടുക്കപ്പെട്ടു. അനിരുദ്ധൻ സാറേ, വേഗം വണ്ടി അകത്തേക്ക് മാറ്റി. ആരെങ്കിലും കണ്ടാൽ. അകത്തുനിന്ന് പ്രതികരണം കേട്ടില്ല. ആ ഭാഗത്തെ വിൻഡോ താഴ്ത്തിയിരിക്കുകയാണ്. അവൾ അകത്തേക്ക് തല കടത്തി. ഒരു ഞെട്ടൽ. ഡ്രൈവർ സീറ്റിൽ ആരുമില്ല. അനിരുദ്ധൻ സാറേ. അവളുടെ പതറിയ ഒച്ച തൊണ്ടയിൽ കുരുങ്ങി. പൊടുന്നിനെ അവൾക്ക് പച്ചച്ചോരയുടെ ഗന്ധം അനുഭവപ്പെട്ടു. അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് പിന്നിലേക്ക് നോക്കി. കാറിൻ്റെ വെളിച്ചത്തിൽ അവ്യക്തമായി പിന്നിലെ കാഴ്ച കണ്ടു. അവിടെ ഡോറിലേക്ക് ചാരി ഒരാളിരിക്കുന്നു. അവൾ ഡോർ തുറന്നു. അടുത്ത നിമിഷം ആ ശരീരം അവളിലേക്കും ചാഞ്ഞു. അനിരുദ്ധൻ സാറേ. യുവതിയുടെ ഹൃദയം പിളരുന്ന ഒച്ച. ഒപ്പം ഒരു വാഴ്ത്തട പോലെ ബോധമറ്റ് അവൾ അവിടേക്ക് വീണു. അവൾക്ക് മീതെ അനിരുദ്ധൻ്റെ ശരീരവും. എന്തോ കുഴപ്പമുണ്ട് ബിന്ദുലാലേ, വാ. വിജയ മുന്നിലോടി. തൊട്ടു പിന്നാലെ ബിന്ദുലാലും. വാഴ്ത്തോപ്പിലുണ്ടായിരുന്ന മറ്റുള്ളവരും അവൾക്കൊപ്പം പാഞ്ഞെത്തി. കാറിനടുത്തെത്തിയ വിജയ അവിടേക്ക് ടോർച്ച് തെളിച്ചു. യുവതിയുടെ പുറത്തേക്ക് മറിഞ്ഞ നിലയിൽ അനിരുദ്ധൻ്റെ ചോരയൊലിക്കുന്ന മൃതശരീരം. വിജയെ. ഉമേഷ് കുമാർ പെട്ടെന്ന് അവളുടെ കരം കവർന്നു. ഇനി ഒരു നിമിഷം ഇവിടെ നിന്നുകൂടാ. ആരെങ്കിലും നമ്മളെ കണ്ടാൽ ഈ മർഡറിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഒട്ടും സമയം കളയാതെ തിരികെ 5 പേര് റോഡിലിറങ്ങി. വന്ന വഴിയെ തിരികെ പാഞ്ഞു. അടുത്ത ദിവസം വാർത്ത കാറ്റിൻ്റെ വേഗത്തിൽ പരന്നു. ആളുകൾ അനിരുദ്ധൻ്റെ മൃതദേഹം കിടന്നിരുന്ന ഭാഗത്തേക്ക് ഓടിക്കൂടി. അപ്പോഴേക്കും പോലീസും എത്തി. നേരത്തെ മയക്കം ഉണർന്ന യുവതി തൻ്റെ വീടിനുള്ളിൽ കയറിയിരുന്നു. തനിക്ക് ഒന്നും അറിയില്ലെന്നും രാവിലെയാണിത് കാണുന്നതെന്നും അവൾ ബുദ്ധിപൂർവ്വം പോലീസിന് മൊഴി നൽകി. എന്നാൽ നാട്ടുകാരായ ചിലരെ ചോദ്യം ചെയ്ത CI അലക്സ് അബ്രഹാമിനെ അവരിൽ നിന്ന് വേറെ ചില വിവരങ്ങൾ കിട്ടി. അനിരുദ്ധൻ പല രാത്രികളിലും അവിടെ വരാറുണ്ടായിരുന്നെന്നും അത് ചോദ്യം ചെയ്ത ചിലരെ കള്ളക്കേസിൽ കൊടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും. യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉച്ചയോടെ അനിരുദ്ധൻ്റെ കൊലപാതകം TV സ്ക്രീനുകളിൽ നിറഞ്ഞു. അതോടെ ചില ചാനലുകൾ തലേന്ന് രാത്രിയിൽ അനിരുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ അയാളുടെ ശബ്ദത്തോടൊപ്പം സംപ്രേഷണം ചെയ്തു. ജനം ഞെട്ടി. വാർത്തയറിഞ്ഞ SI വിജയയും. കേരളത്തിൽ പുതിയൊരു സമരത്തിന് അത് കാരണമായി. ചീഫ് മിനിസ്റ്റർ വേലായുധൻ മാസ്റ്റർക്ക് ഒരു ജാരസന്തതി. അവനെ കോളേജ് രാഷ്ട്രീയത്തിലൂടെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ മിനിസ്റ്റർ DYSP ആയിരുന്ന അനിരുദ്ധൻ വഴി നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് സത്യൻ എന്ന വിദ്യാർത്ഥി നേതാവിൻ്റെ കൊലപാതകം. ജനം അമ്പരന്നു. പ്രതിപക്ഷ കക്ഷികൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും പ്രതിഷേധ ചൂടിൽ പൊള്ളി. പോലീസ് സംഘം നിരത്തിലിറങ്ങി കാക്കിയുടെ മതിൽക്കെട്ട് തീർത്തു. പ്രതിഷേധക്കാരും പോലീസുകാരും തമ്മിൽ ഉന്തും തള്ളുമായി. അത് പിന്നെ കല്ലേറിനും ലാത്തി ചാർജിനും വഴിമാറി. ടിയർ ഗ്യാസും ജലപീരങ്കികളും നിരത്തുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. പ്രതിപക്ഷ കക്ഷികൾ അടുത്ത ദിവസം ഹർത്താലിന് ആഹ്വാനം ചെയ്തു. തൻ്റെ ഔദ്യോഗിക വസതിയിലെ പേഴ്സണൽ റൂമിൽ വേലായുധൻ മാസ്റ്റർ കൂട്ടിൽ അടയ്ക്കപ്പെട്ട വെരുകിനെ പോലെ അങ്ങിങ്ങും നടന്നു. അടുത്ത നിമിഷം വാതിൽ തുറക്കപ്പെട്ടു. മാസ്റ്റർ ഞെട്ടിത്തിരിഞ്ഞു. ദേവകി. ആ സ്ത്രീ ഭർത്താവിനെ തുറച്ചു നോക്കി. ആ കണ്ണുകളിൽ തീയെരിഞ്ഞു. ദേവകി വാതിൽ ചാരി. പിന്നെ ചാട്ടുള്ളി പോലെ അവരുടെ ചോദ്യം വന്നു. നിങ്ങൾക്ക് ഇങ്ങനെയൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നോടങ്ങ് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? മാസ്റ്റർ ഉമിനീർ വിഴുങ്ങി. ദേവകി, ഞാനൊന്ന് പറയട്ടെ? വേണ്ട. ദേവകി കൈ ഉയർത്തി. കള്ളം മാത്രം പറഞ്ഞു ശീലിച്ച നിങ്ങൾ ഒരു വട്ടം കൂടി അതിനായി വാ തുറക്കരുത്.
ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നേക്കും. അതൊരു പക്ഷേ നിങ്ങളുടെയോ എൻ്റെയോ അന്ത്യത്തിലാവും അവസാനിക്കുക. വേലായുധൻ മാസ്റ്ററുടെ വെളുത്ത കുപ്പായം വിയർപ്പിൽ മുങ്ങി ശരീരത്തോട് ഒട്ടി. നിങ്ങൾ ആറന്മുളയ്ക്കാണ്, കോഴഞ്ചേരിക്കാണ്, പത്തനംതിട്ടയ്ക്കാണ്, പാർട്ടി പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത് നിങ്ങളുടെ രണ്ടാം ഭാര്യയെയും മകനെയും കാണാനില്ലായിരുന്നോ? മാസ്റ്റർ കൂടുതൽ വിവശനായി. ദേവകി, നിനക്കറിയാമല്ലോ, എൻ്റെ കസേരയിൽ നോട്ടമിട്ടിട്ടുള്ളവർ സ്വന്തം പാർട്ടിയിൽ പോലുമുണ്ട്. അവരും പ്രതിപക്ഷക്കാരും ചേർന്ന് മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥയാണിത്, എന്നെ താഴെ ഇറക്കാൻ. എങ്കിൽ നിങ്ങളിങ്ങനെ മുറിയിൽ കയറി ഒളിച്ചിരിക്കുന്നത് എന്തിനാ? ഒരു പ്രസ് മീറ്റിംഗ് നടത്തിക്കൂടെ? ആ ചോദ്യത്തിന് മുന്നിൽ മാസ്റ്റർക്ക് ഒരു നിമിഷം ഉത്തരം മുട്ടി. എങ്കിലും വളരെ വേഗം അയാൾ മുഖഭാവം മാറ്റി. അതിന് തന്നെയാണ് എൻ്റെ ശ്രമം. പക്ഷേ തൽക്കാലം എല്ലാം എവിടെ വരെ എത്തുന്നു എന്നറിഞ്ഞിട്ട് അയാൾ പൂർത്തിയാക്കുവാൻ സമ്മതിച്ചില്ല ദേവകി. അവർ പറഞ്ഞു, കാര്യം സത്യമാണെങ്കിലും അല്ലെങ്കിലും എവിടെയൊക്കെ ആണയിട്ടാലും ഇപ്പോൾ വീണ ഈ കളങ്കത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനമില്ല. കാണുന്നുണ്ടല്ലോ, പഴയൊരു മുഖ്യമന്ത്രി ഏതോ അഭിസാരികയുമായി ബന്ധം പുലർത്തിയെന്ന് പറഞ്ഞ് വിജിലൻസ് അന്വേഷണം നേരിടുന്നത്. എത്ര മായ്ച്ചാലും ഒരു നാൾ സത്യം പുറത്തു വരും എന്നത് ലോക നിയമം. പക്ഷേ ഇപ്പോഴേ നിങ്ങൾ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ? ശക്തമായ കിതപ്പ് കാരണം ദേവകി ഒന്ന് നിർത്തി. ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് തുടർന്നു. സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം നിങ്ങൾ എന്നെ മറന്നേക്കണം. പിന്നെ ദേവകിയില്ല. പറഞ്ഞതും ഒന്ന് തേങ്ങിക്കൊണ്ട് ആ സ്ത്രീ വേട്ടിത്തിരിഞ്ഞ് വാതിൽ വലിച്ചു തുറന്ന് നടന്നുപോയി. ശിരസിൽ ഒരടിയേറ്റതുപോലെ ഇതി കർത്തവ്യ മോഡനായി തരിച്ചു നിന്ന് പോയി വേലായുധൻ മാസ്റ്റർ. അടുത്ത നിമിഷം അയാളുടെ പ്രൈവറ്റ് ഫോൺ ശബ്ദിച്ചു. വിമുഖതയോടെ അതെടുത്ത് നോക്കിയ മാസ്റ്ററുടെ നട്ടലിലൂടെ ഒരു ഇടിമിന്നൽ പാഞ്ഞു. വേലായുധൻ മാസ്റ്റർ തിടുക്കത്തിൽ ഫോൺ സൈലന്റ് മോഡിലാക്കി. പിന്നെ റിസീവിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് കാതിൽ അമർത്തിക്കൊണ്ട് ശബ്ദം താഴ്ത്തി. നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? അരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അപ്പുറത്ത് നിന്ന് കേട്ടതൊരു തേങ്ങൽ. അതിൻ്റെ അകമ്പടിയായി അടച്ച ഒരു സ്ത്രീ ശബ്ദവും ഒഴുകിയെത്തി. എന്നെ കുറ്റപ്പെടുത്തല്ലേ സാർ? യാതൊരു മനസ്സമാധാനവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അയൽക്കാരൊക്കെ എന്നെ തുറച്ചു നോക്കുന്നത് പോലെ, റോഡിലൂടെ പോകുന്നവരും ഈ വീട്ടിലേക്ക് ശ്രദ്ധിക്കുന്നത് പോലെ. മാസ്റ്റർക്ക് ദേഷ്യം വന്നു. ഒക്കെ നിന്റെ തോന്നല, നീ പേടിക്കണ്ട, ഒരുത്തരും നമ്മുടെ മോനെ കണ്ടുപിടിക്കില്ല. സ്ത്രീ ശബ്ദം വീണ്ടും. നാട്ടുകാരെയും മാധ്യമക്കാരെയും ഒന്നും എനിക്ക് ഭയമില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് രാഷ്ട്രീയത്തിൽ ഞാൻ ഇറങ്ങരുതെന്ന് പലവട്ടം വിലക്കിയതാ. അനുസരിക്കാതെ സാറ് പറഞ്ഞിട്ടാ ഞാൻ. അറിയാമല്ലോ, തനിക്ക് കുട്ടികളുണ്ടാവില്ലെന്ന്. ഈ നിമിഷം വരെ എൻ്റെ ഭർത്താവിനെ അറിയില്ല. അറിഞ്ഞാൽ. ഫോണിന് അപ്പുറത്തും ഇപ്പുറത്തും ഒരു നിമിഷത്തെ മൗനം. അത് മുറിച്ചത് വേലായുധൻ മാസ്റ്ററാണ്. നിന്റെ ഭർത്താവിന് ഒരിക്കലും ഒന്നും അറിയാൻ പോകുന്നില്ല. കോളേജ് രജിസ്റ്ററിൽ എൻ്റെ മകൻ ആരെന്ന് തപ്പിയാലും ഒരുത്തനും കിട്ടാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. മറുപടിക്ക് കാക്കാതെ മാസ്റ്റർ ഫോൺ കട്ടാക്കി. അടുത്ത നിമിഷം വീണ്ടും അത് ശബ്ദിച്ചു. മാസ്റ്ററുടെ നെറ്റി ചുളിഞ്ഞു. അയാൾ ഫോണിലേക്ക് നോക്കി. അപരിചിതമായ നമ്പർ. എടുക്കണോ വേണ്ടയോ? മാസ്റ്റർ ചിന്തിച്ചു. പിന്നെ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം തൻ്റെ ഈ ഫോൺ നമ്പർ അറിയാവുന്നത് വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമാണ്. അതും അത്രയ്ക്ക് പ്രാധാന്യമുള്ളവർക്ക് മാത്രം. മാസ്റ്റർ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാണ്? ഞാൻ കൽക്കി, മുസാഫിർ സുബ്രഹ്മണ്യ ഈശോ. അപ്പുറത്തു നിന്ന് ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം. മാസ്റ്റർ ഒന്ന് ഞെട്ടി. കഴിഞ്ഞ ഏതാനും ദിവസമായി കേൾക്കുന്ന പേര്. ഇൻ്റലിജൻസിന് പോലും അയാൾ ആരാണെന്ന് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തു വേണം? ഒന്നും അറിയാത്ത പോലെ അയാൾ തിരക്കി. അപ്പുറത്തു നിന്ന് അടക്കിയ ചിരി കേട്ടു. ഈ ചോദ്യമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഈ നമ്പർ എങ്ങനെ കിട്ടി എന്ന് തിരക്കുമെന്ന് കരുതി. ശരിയാണല്ലോ, മാസ്റ്റർ ഓർത്തു. പക്ഷേ അയാളുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് കൽക്കിയുടെ ശബ്ദം മാസ്റ്ററുടെ കാതുകളിലേക്ക് ഒഴുകി വീണു. ചുടുലാവ കണക്കെ. അവളിപ്പോൾ വിളിച്ചതല്ലേ ഉള്ളൂ അല്ലേ? ആര്? മിനിസ്റ്റർ അമ്പരന്നു. നിങ്ങളുടെ വേപ്പാട്ടി. മാസ്റ്ററുടെ മുഖത്തേക്ക് ചോര ഇരച്ചു കയറി. നിങ്ങൾ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയാമോ? ശരിക്കും ഈ രാജ്യത്തെ ഏറ്റവും വലിയ കള്ളനോട്, രാഷ്ട്രീയ ഭീഷ്മാചാര്യർ എന്ന പിമ്പിനോട്, കറ തീർന്ന ഒരു ക്രിമിനലിനോട്. കൽക്കിയിലെ ശബ്ദം. എടാ, അറിയാതെ മാസ്റ്ററുടെ ഒച്ചയുയർന്നു. പതുക്കെ. നിങ്ങളുടെ ഭാര്യ കേട്ടാൽ എന്താ ഉണ്ടാകുന്നതെന്ന് അറിയാമല്ലോ. മാസ്റ്റർ ഞെട്ടിപ്പിടഞ്ഞ് ചുറ്റും പകച്ചു നോക്കിപ്പോയി. നിനക്ക് എന്തു വേണം? ഒരു പ്രാണൻ. അത് നരച്ചുമൂത്ത നിങ്ങളുടേതല്ല. പകരം നിങ്ങളുടെ രഹസ്യപുത്രൻ്റെ, കൊല ചെയ്യപ്പെട്ട സത്യൻ്റെ പ്രാണന് പകരം. അത് ഞാൻ എടുത്തിരിക്കും ഏത് നിമിഷവും. തടയാമെങ്കിൽ തടഞ്ഞോ. അപ്പുറത്ത് കാൽ മുറിഞ്ഞു. വിവശനായി വേലായുധൻ മാസ്റ്റർ സെറ്റിയിലേക്കിരുന്നു. അപ്പോഴും അയാൾ ഫോൺ കാതിൽ അമർത്തി വെച്ചിരുന്നു. വല്ലാത്ത പാരവശ്യം. തൊണ്ട പൊട്ടുന്നു. അല്പം വെള്ളത്തിനായി അയാൾ ചുറ്റും നോക്കി. അവിടെ എങ്ങുമില്ല. മാസ്റ്റർ നാവ് നീട്ടി ചൊടി നനച്ചു. പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ കൽക്കിയുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. സ്വിച്ച് ഓഫ്. ചിന്തയോടെ മാസ്റ്റർ മുന്നിലെ ടീപ്പോയ്ക്ക് മുകളിലേക്ക് ഫോൺ ഇട്ടു. റോഡിൽ മുദ്രാവാക്യം വിളികൾ കൊഴുക്കുന്നു. ടിയർ ഗ്യാസ് പൊട്ടുന്ന ശബ്ദം ജനാല ചില്ലിലൂടെ മാസ്റ്റർ കണ്ടു. റോഡിൽ ഉയരുന്ന വെളുത്ത പുക, അതിലൂടെ ഓടുന്ന ജനക്കൂട്ടം. ആ നേരത്തെ പത്തനംതിട്ടയിൽ മുൻ ആഭ്യന്തരമന്ത്രി രാജസേനന് ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. അങ്ങനെ കടൽ കിഴവനും പണി കിട്ടി. കണക്കായി പോയി. എന്നെക്കൊണ്ട് രാജിവയ്പ്പിക്കാൻ എന്തായിരുന്നു അയാൾക്ക് ധൃതി? ഇതാ പറയുന്നത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. രാജസേനൻ ഉച്ചത്തിൽ ചിരിച്ചു. അയാൾക്ക് മുന്നിൽ രാഹുൽ ഉണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് പക്ഷേ സന്തോഷം തീരെയില്ല. അച്ഛനിങ്ങനെ ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. കഴിയുമെങ്കിൽ മാസ്റ്ററെ
മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് വലിച്ച് താഴെ ഇറക്ക്, എന്നിട്ട് അവിടെ കയറിയിരിക്കെ. രാജസ്ഥാൻ്റെ ചിരി നിന്നു. അയാൾ മകനെ തുറച്ചു നോക്കി. അതിനുവേണ്ട കരുക്കൾ നീക്കുകയാവും ഇനി ഞാൻ ചെയ്യുക. എന്നെ ഇനിയും മന്ത്രിയാക്കാതിരിക്കാൻ ഒരുപാട് ചരട് വലിച്ചുകൊണ്ടിരിക്കുകയല്ലേ അയാൾ. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അയാൾ നിർത്തി. രാഹുൽ, അർജൻറ്റായി നീ ഒരു കാര്യം ചെയ്യണം. എന്താണെന്ന ഭാവത്തിൽ രാഹുൽ അച്ഛന് നേരെ തിരിഞ്ഞു. ഈ പറയപ്പെടുന്ന പയ്യൻ ആരെന്ന് കണ്ടുപിടിക്കണം. മാസ്റ്റർ രഹസ്യപുത്രൻ. എന്നിട്ട് ഒരു പത്രക്കാർക്കും കൊടുക്കാതെ കൊത്തിയെടുത്ത് കൊണ്ടുവരണം എൻ്റെ മുന്നിൽ. പിന്നീട് എന്തു വേണമെന്ന് എനിക്കറിയാം. രാഹുൽ സന്തോഷത്തോടെ പിടഞ്ഞുണർന്നു. ആ നിമിഷമാണ് മുറ്റത്ത് ഒരു ഓട്ടോ വന്നു നിന്നത്. രാഹുലും രാജസ്ഥാനും ഒന്നിച്ച് അവിടേക്ക് നോക്കി. ഓട്ടോയിൽ നിന്ന് ഒരാൾ ഇറങ്ങി. അയാളെ കണ്ടതും ഇരുവരുടെയും മുഖം വിളറി. കരടി വാസു. കോളിംഗ് ബെൽ അമർത്താതെ പോലും അയാൾ സിറ്റൗട്ട് കടന്ന് ഹാളിലേക്ക് വന്നു. രാജസ്ഥാനും മകനും പണിപ്പെട്ട് മുഖത്തൊരു ചിരി വരുത്തി. വല്ലാത്തൊരു ഭീകര രൂപമായിരുന്നു കരടി വാസുവിൻ്റേത്. മുഖത്തും കൈകളിലുമൊക്കെ വസൂരിക്കല പോലെയുള്ള കറുത്ത പാടുകൾ, ആണികൾ തുളഞ്ഞു കയറിയ പാടുകൾ. അല്ല, ഇതാര് വാസുവോ? രാജസ്ഥാനിലെ രാഷ്ട്രീയക്കാരൻ പെട്ടെന്നുണർന്നു. വാ, ഇരിക്കേ. പക്ഷെ വാസു ഇരുന്നില്ല. അയാളുടെ നീരസം ഇരുവർക്കും മനസ്സിലായി. ഹോസ്പിറ്റലിൽ വന്ന് നിന്നെ കാണാത്തതിൽ പരിഭവിക്കരുത്. നിന്നെക്കൊണ്ട് ഞാനാണ് വാസുദേവനെ ജീപ്പ് പിടിപ്പിച്ചതെന്ന് പലർക്കും സംശയമുണ്ട്. ആ നിലയ്ക്ക് നിന്നെ നേരിൽ വന്ന് കണ്ടാൽ അത് പിന്നെ ചർച്ചയാകും, രാജസ്ഥാനൻ അറിയിച്ചു. അക്കാര്യത്തിൽ ഞാൻ പരാതി പറഞ്ഞില്ലല്ലോ സാറേ. വാസു മീശയൊന്ന് തടവി. നിനക്ക് കുറച്ച് പണം തന്ന് സഹായിക്കുന്ന കാര്യം ഇപ്പോൾ ഞാൻ രാഹുലിനോട് പറഞ്ഞതേ ഉള്ളൂ. അതെ, രാഹുലിൻ തലകുലുക്കി. പക്ഷേ വാസുവിൻ്റെ മുഖം തെളിഞ്ഞില്ല. അയാൾ ചുണ്ടനക്കി. എൻ്റെ അമ്മ അമ്മിണിയെ എന്തിനാണ് കൊന്നത് രാഹുൽ? അപ്രതീക്ഷിതമായ ചോദ്യത്തിന് മുന്നിൽ രാഹുലും രാജസ്ഥാനും പതറി. ഇനി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് രാഹുലിന് ബോധ്യമായി. അവൻ അറിയിച്ചു. അതൊരു കയ്യബദ്ധമാണ് വാസു, പറ്റിപ്പോയി. അമ്മിണി ചേച്ചിയെ ഒഴികെയുള്ളവരെ തീർത്തേക്കാൻ ഞാൻ ആളിനെ അയച്ചു എന്നത് നേരാ. പക്ഷേ വേണ്ട. വാസു കൈ ഉയർത്തി. മരിച്ചയാളെക്കുറിച്ച് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും എൻ്റെ അമ്മ തിരിച്ചു വരത്തുമില്ല. അതുകൊണ്ട് വാസു ബാക്കി പറയുന്നത് കേൾക്കാൻ ഇരുവരും കാതോർത്തു. അതുകൊണ്ട് വാസു പിന്നെയും നാവനക്കി. എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മ, അവർ ചീത്തയോ നല്ലതോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അമ്മിണി ചേച്ചി ചീത്തയാണെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ, രാഹുൽ പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞെന്ന് ഞാനും പറഞ്ഞില്ല രാഹുൽ. കരടി വാസുവിൻ്റെ ശബ്ദം രണ്ട് കല്ലുകൾ ചേർത്തിളക്കുന്നത് പോലെയായി. പക്ഷേ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ അങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയാം. രാജസ്ഥാനും രാഹുലും ഒന്നുകൂടി പരസ്പരം നോക്കി. അവർക്കിടയിലേക്ക് വാസുവിൻ്റെ ശബ്ദം ചിതറി വന്നു. കൂടുതൽ സംസാരിക്കാനുള്ള താല്പര്യമോ സമയമോ എനിക്കില്ല. അതിനാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞേക്കാം. എൻ്റെ അമ്മ നിങ്ങൾ പറഞ്ഞതുപോലെ അബദ്ധത്തിൽ മരിച്ചതോ അല്ലാതെയോ ആയിക്കോട്ടെ. പക്ഷേ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. രാജസ്ഥാൻ്റെയും രാഹുലിൻ്റെയും നെറ്റി ചുളിഞ്ഞു. കരടി വാസു അത് ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് എനിക്ക് ഒരമ്മയെ തരാൻ കഴിയില്ല. അതിനാൽ തന്നെ എൻ്റെ ആവശ്യം ന്യായമാണ്. എൻ്റെ അമ്മയ്ക്കുള്ള കോമ്പൻസേഷൻ. അത് എത്ര തന്നാലും മതിയാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കണക്ക് വേണമല്ലോ എല്ലാത്തിനും. നിനക്ക് എത്ര വേണമെന്നാണ് പറയുന്നത്? രാജസ്ഥാൻ്റെ വാക്കുകളിൽ പുച്ഛവും നീരസവും തിങ്ങി. കരടി വാസുവിന് ഒരുപാട് ചിന്തിക്കാനില്ലായിരുന്നു. അയാൾ അറിയിച്ചു. 1 കോടി. രാജസ്ഥാനും മകനും വാ പിളർന്നു പോയി. എത്രയെന്നാ പറഞ്ഞത്? രാജസ്ഥാനൻ അവിശ്വസനീയതയോടെ തിരക്കി. 1 കോടി, വാസു ആവർത്തിച്ചു. രാഹുലിന് ചിരി വന്നു. ഈ കോടിയുടെ കണക്കൊന്നും നിനക്കറിയത്തില്ല വാസു, അവൻ പരിഹസിച്ചു. വാസുവിൻ്റെ മുഖത്തേക്ക് ചോര ഇരച്ചു കയറി. കണക്കുകളും കടം തീർക്കലുമൊക്കെ എന്നെ പഠിപ്പിക്കേണ്ട രാഹുൽ. 2000-ൻ്റെ നോട്ടാണെങ്കിൽ 50 ബണ്ടിൽ, 500-ൻ്റെ നോട്ടാണെങ്കിൽ 200. 100-ൻ്റെയും 200-ൻ്റെയും തൽക്കാലം എനിക്ക് വേണ്ട. രാജസ്ഥാനൻ വാസുവിൻ്റെ മുഖത്തേക്ക് നോട്ടം നട്ടു. നിൻ്റെ അമ്മ ജീവിതകാലം മുഴുവൻ ബിസിനസ് ചെയ്താലും അധ്വാനിച്ചാലും ഈ പറഞ്ഞതിൻ്റെ 10-1 പോലും സമ്പാദിക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയാം. ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ ഒരു പിഴവെന്ന നിലയിൽ നിനക്ക് 10 ലക്ഷം തരുവാൻ ഞാൻ തീരുമാനിച്ചു. സന്തോഷമായില്ലേ നിനക്ക്? സന്തോഷം, കരടി വാസു കാറിത്തുപ്പി. അമ്മ മരിക്കാതെ ഇരുന്നെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ എത്ര സമ്പാദിച്ചേനെയെന്ന് നിങ്ങൾ എങ്ങനെ പ്രവചിക്കും? ഒരു മനുഷ്യൻ്റെ തലവര എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കറിയാം? അതുകൊണ്ട് വിലപേശലിനൊന്നും ഞാനില്ല. 1 കോടി, അതിൽ നിന്ന് ഒറ്റ പൈസ കുറയാൻ പറ്റില്ല. രാഹുലിൻ്റെയും രാജസ്ഥാൻ്റെയും മുഖമിരുണ്ടു. നേരത്തെ ചിരിയോടെ രാഹുൽ ചോദിച്ചു. ഒരു തമാശ ചോദിക്കട്ടെ വാസു? ഞങ്ങൾ ഈ പണം തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വാസുവിൻ്റെ മുഖം ഇറുകി. തമാശയായി തന്നെ പറയട്ടെ. അപ്പനെയും മകനെയും ഞാൻ കൊന്നിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ എന്നെയും അമ്മയെയും കൊണ്ട് ചെയ്യിപ്പിച്ചതെല്ലാം ജനങ്ങളോട് വിളിച്ചു പറയും. രാഹുൽ വാസു കാണാതെ കടപ്പല്ലുകൾ ഞെരിച്ചമർത്തി. ഈ സമയത്ത് തങ്ങളെക്കുറിച്ച് ഒരു മോശം വാർത്ത വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് രാജസ്ഥാനിന് തോന്നി. അയാൾ പെട്ടെന്ന് പറഞ്ഞു. ശരി വാസു, നിനക്ക് ഞങ്ങൾ പണം തന്നിരിക്കും. കാഷായിട്ട് തന്നെ. നാളെ രാത്രിയിൽ നിൻ്റെ വീട്ടിൽ പണം എത്തിയിരിക്കും. പോരെ? മതി, വാസു സമ്മതിച്ചു. എന്നെ ചതിക്കാൻ ശ്രമിക്കരുത്. അയാൾക്ക് നേരിയ സംശയം. രാജസ്ഥാനൻ മുന്നോട്ട് വന്ന് വാസുവിൻ്റെ തോളിൽ കൈവച്ചു. ഒത്തിരി കാലമായില്ലേ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്, എന്നിട്ടും നിനക്ക് എന്നെ സംശയമോ? വാസു മിണ്ടിയില്ല.
അടുത്ത ദിവസം സമയം രാത്രി 8 മണി. അന്ന് മദ്യമൊന്നും കഴിച്ചില്ല കരടി വാസു. 1 കോടി രൂപ കയ്യിലെത്തുമ്പോൾ മദ്യപിക്കുന്നത് ശരിയല്ലെന്ന് അയാൾക്കറിയാം. വീടിൻ്റെ തിണ്ണയിൽ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു വാസു. അല്പം കഴിഞ്ഞപ്പോൾ റോഡിൽ നിന്ന് വീട്ടിലേക്ക് തിരിയുന്ന 2 തീക്കണ്ണുകൾ കണ്ടു. മുറ്റത്തോട് ചേർന്ന് ഒരു സുമോ വാൻ വന്ന് ബ്രേക്കിട്ടു. കണ്ണടയും പോലെ അതിൻ്റെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. അതിൽ നിന്ന് ഭാരമുള്ള ഒരു പെട്ടിയുമായി ഒരു ദീർഘകായനിറങ്ങി. കരടി വാസു പെട്ടെന്ന് എഴുന്നേറ്റു. അനന്തരം ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് തിണ്ണയിലെ ലൈറ്റ് അണച്ചു. ആഗതൻ പെട്ടിയുമായി തിണ്ണയ്ക്ക് അരികിലെത്തി. മിസ്റ്റർ വാസു. ഞാനാ, കയറി വാ. വാസു അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. ആഗതൻ പെട്ടിയുമായി വീടിനുള്ളിൽ കയറി. വാസു വാതിൽ ചാരി. ആഗതൻ അകത്ത് ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് പെട്ടി സമീപത്ത് വെച്ചു. സ്പാനർ മൂസയായിരുന്നു അത്. SP അരുണാചലത്തിനെതിരെ രാജസേനൻ കൊട്ടേഷൻ കൊടുത്ത കുപ്രസിദ്ധ ഗുണ്ട. ഇറുകിയ കറുത്ത ഷർട്ടും ജീൻസുമായിരുന്നു വേഷം. ഷർട്ടിനുള്ളിൽ അയാളുടെ മുഴച്ചു നിൽക്കുന്ന മസിലുകൾ വാസു കണ്ടു. അയാൾക്ക് മുന്നിൽ താൻ തീരെ ചെറുതാണ് എന്നൊരു തോന്നൽ വാസുവിനുണ്ടായി. സ്പാനർ മോസോ ഒന്ന് ചിരിച്ചു. നിങ്ങൾ ഊഹിച്ചു കാണുമെന്ന് എനിക്കറിയാം. മുൻ ആഭ്യന്തരമന്ത്രി രാജസേനൻ സാറ് അയച്ചതാണ് എന്നെ. ഈ പെട്ടിക്കുള്ളിൽ പൂർത്തിയാക്കാതെ മൂസ പെട്ടിയിൽ തടവി. 1 കോടി രൂപ, വാസു ആർത്തിയോടെ പറഞ്ഞു. മൂസ തലയാട്ടി. എൻ്റെ ദൗത്യം ഇവിടെ തീർന്നു. മൂസ ഒരു കൊച്ചു താക്കോലെടുത്ത് വാസുവിന് നീട്ടി. പെട്ടി തുറന്ന് നിങ്ങൾക്ക് രൂപ എണ്ണി നോക്കാം. റാഞ്ചു പോലെ വാസു താക്കോൽ വാങ്ങി. പിന്നെ അറിയിച്ചു. ഞാൻ പിന്നീട് എണ്ണിക്കോളാം. രാജസേനൻ സാറിനെ എനിക്ക് വിശ്വാസമാണ്. അപ്പോൾ എൻ്റെ ദൗത്യം തീർന്നു. സ്പാനർ മൂസ എഴുന്നേറ്റു. വാസുവിൻ്റെ കൈ പിടിച്ചു കുലുക്കി. അയാളുടെ കൈപ്പത്തിക്കുള്ളിൽ തൻ്റെ വിരലുകൾ ഉടഞ്ഞു പോകുന്നത് പോലെ വാസുവിന് തോന്നി. കനത്ത ചൂടുകളോടെ കാട്ടുപോത്തിൻ്റെ ഭാവത്തിൽ സ്പാനർ മൂസ ഇറങ്ങിപ്പോയി. വാതിൽക്കൽ വരെ വാസുവും പിന്നാലെ ചെന്നു. മൂസ സുമയിൽ കയറി. ഇങ്ങോട്ട് വന്ന വേഗത്തിൽ തന്നെ അത് പിന്നോട്ട് പോയി. അതിൻ്റെ വെളിച്ചം ഒരു നിമിഷം വാസുവിനെ തൊട്ടൊഴിഞ്ഞു. തിടുക്കത്തിൽ വാസു പിന്തിരിഞ്ഞു. വാതിൽ അടച്ചു കുറ്റിയിട്ടു. പിന്നെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന താക്കോലിൽ നോക്കി ചിരിച്ചു. നിധിപ്പെട്ടിയിലെ താക്കോൽ. 1 കോടി രൂപ. അത് എങ്ങനെ ചിലവഴിക്കുമെന്ന് വാസുവിന് ഇനിയും രൂപമുണ്ടായില്ല. മരിക്കും വരെ കുടിച്ചും പെണ്ണുകുടിച്ചും സുഖമായി ജീവിക്കണം. അതായിരുന്നു വാസുവിൻ്റെ ആദ്യ തീരുമാനം. പെട്ടിയെടുത്ത് അയാൾ പഴയ മേശയ്ക്ക് മീതെ വെച്ചു. ശേഷം താക്കോൽ അതിൻ്റെ പൂട്ടിലേക്ക് കടത്താൻ ശ്രമിച്ചു. കഴിയുന്നില്ല. പലവട്ടം വാസു ശ്രമിച്ചു നോക്കി. ആ പെട്ടിയുടെ താക്കോൽ അല്ലെന്ന് വ്യക്തം. ഒരുപക്ഷെ ഇത് ഏൽപ്പിച്ച ആളുടെ പോക്കറ്റിൽ താക്കോൽ മാറിപ്പോയതാവാം എന്ന് കരുതി അയാളെ ഒന്ന് വിളിക്കാമെന്ന് വെച്ചാൽ പേരോ നമ്പറോ അറിയില്ല. രാവിലെ രാജസേനൻ സാറിൻ്റെ അടുത്ത് പോയി താക്കോൽ വാങ്ങാവുന്നതേയുള്ളൂ. എന്നാൽ അത്രയും ക്ഷമിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല വാസുവിന്. അയാൾ ചുറ്റും നോക്കി. മുറിയുടെ മൂലയിൽ പഴയ ഒരു വെട്ട് കത്തിക്കിടക്കുന്നത് കണ്ടു. അതെടുത്തു. വാസുവിനോടാ കളി എന്നു പിറുപിറുത്തുകൊണ്ട് വെട്ടുകത്തിക്കൊണ്ട് പെട്ടി പൊളിക്കാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ പെട്ടിയുടെ മൂടി ഇളകി. ആർത്തിയോടെ പെട്ടിക്കുള്ളിലേക്ക് നോക്കിയ വാസുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. അതിനുള്ളിൽ നോട്ടുകളില്ല, പകരം ഏതാനും കല്ലുകൾ. അവയ്ക്ക് നടുവിൽ ഇഷ്ടിക വലിപ്പത്തിൽ ഒരു സാധനം. അതിൽ ചുവന്ന കുഞ്ഞു ബൾബുകൾ അതിദ്രുതം മിന്നുന്നു. ബോംബ്. വാസു അലറിക്കരയാനായി വാ തുറന്നതേയുള്ളൂ. അടുത്ത നിമിഷം അത്യുഗ്രമായ ശബ്ദത്തോടെ ബോംബ് പൊട്ടിത്തെറിച്ചു. ശബ്ദം കേട്ട് അയൽക്കാർ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി. വാസുവിൻ്റെ വീട് നിന്ന ഭാഗത്ത് ഒരു തീജ്വാല. റോഡിൽ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി സുമോ നിർത്തിയിട്ട് കാത്തിരിക്കുകയായിരുന്നു സ്പാനർ മൂസ. സ്ഫോടന ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. വാസുവിൻ്റെ തീപിടിച്ച വീട് അയാളുടെ കണ്ണുകളിൽ നിന്നെരിഞ്ഞു. നേർത്ത ചിരിയോടെ മൂസ സുമോ വാൻ മുന്നോട്ടെടുത്തു. സ്പാനർ മൂസ മുൻ ആഭ്യന്തരമന്ത്രി രാജസേനൻ്റെ അടുത്ത് മടങ്ങിയെത്തി. കാത്തിരിക്കുകയായിരുന്നു രാജസേനനും മകൻ രാഹുലും. എന്തായി മൂസേ? രാഹുൽ ആകാംക്ഷയോടെ തിരക്കി. ബൂം! ഒരാംഗ്യം കാണിച്ചുകൊണ്ട് മൂസ ചിരിച്ചു. രാജസേനൻ്റെ കടപ്പല്ലമർന്നു. ഗ്രഹണ സമയത്ത് ഞാനൊരു തലപൊക്കമെന്ന് പറയുന്നത് എത്ര ശരിയാ? അവൻ്റെ അമ്മയുടെ ശവത്തിന് പകരം അവന് 1 കോടി രൂപ വേണം പോലും. അത്രയും കോമ്പൻസേഷൻ വാങ്ങാൻ അമ്മണി എന്താ കളക്ടറായിരുന്നോ? മൂസ തലയനക്കി. പെട്ടെന്ന് രാജസേനൻ ചോദിച്ചു. മൂസേ, അരുണാചലത്തിൻ്റെ കാര്യം? നാളെ രാത്രിക്ക് അപ്പുറം പോകില്ല. രാജസേനനും മകനും സന്തോഷമായി. തങ്ങളുടെ ശത്രുക്കളും തങ്ങളോട് വിലപേശാൻ സാധ്യതയുള്ളവരും ഓരോരുത്തരായി അങ്ങേ ലോകത്തേക്ക് പാഴ്സൽ ചെയ്യപ്പെടുകയാണ്. സ്പാനർ മൂസ യാത്ര പറഞ്ഞു പോയി. ആ സമയത്ത് പിങ്ക് പോലീസ് SI വിജയും റെഡ് വാട്സപ്പ് ഗ്രൂപ്പിലെ ശേഷിക്കുന്ന 5 പേര് ഒരിടത്ത് രഹസ്യ ചർച്ചയിലായിരുന്നു. എൻ്റെ സത്യൻ്റെ പ്രാണനെടുത്തിട്ട് ഒരുത്തിനങ്ങനെ നേതാവാകണ്ട. വിജയുടെ പല്ലുകൾക്കിടയിൽ വാക്കുകൾ ഞെരിഞ്ഞു. അവനെ നമുക്ക് വേണം, മുഖ്യമന്ത്രിയുടെ ജാരസന്തതിയെ. സകല ഫോൺ കാളുകളും ഞാൻ പരിശോധിക്കുന്നുണ്ട്. ആരാണ് ആ ചെറുക്കനെന്ന് എത്രയും വേഗം നമ്മൾ കണ്ടെത്തിയിരിക്കും. സൈബർ സെൽ SI ബിന്ദുലാൽ ഉറപ്പു നൽകി. ആർജവും ഉമേഷ് കുമാറും അവർക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു. അവർക്ക് മുന്നിലൂടെ പമ്പാ നദി ശാന്തമായി ഒഴുകി. ഏതാനും മാസം മുൻപ് ഭ്രാന്ത് പിടിച്ച് കരകവിഞ്ഞ് അനേകം പേരുടെ പ്രാണനെടുത്ത നദിയാണെന്ന് തോന്നുകയേയില്ല. നിങ്ങളെന്താ ഞങ്ങൾ കേൾക്കാൻ പാടില്ലാത്തത് വലുതുമാണോ സംസാരിക്കുന്നത്? SI ബെഞ്ചമിൻ ആർജവിനെയും ഉന്മേഷിനെയും നോക്കി. അതല്ല, നമുക്ക് മുമ്പേ ഒരു പക്ഷേ ആ കൽക്കി അവനെ തേടി ചെല്ലാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയായിരുന്നു. മറുപടി നൽകിയത് ആർജവാണ്. അത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. തങ്ങൾക്ക് മുന്നിലാണ് കൽക്കി. ലക്ഷ്യം ഒന്ന് തന്നെ. പക്ഷേ ആരാണ് അയാൾ?
ഉത്തരം കിട്ടാത്ത ചോദ്യം. പെട്ടെന്ന് വിജയുടെ സൈലന്റ് മോഡിൽ കിടന്നിരുന്ന സെൽഫോണിൽ നീല വെളിച്ചം മിന്നി. അവൾ അതെടുത്ത് നോക്കി. അച്ഛനാണ്. ആരും മിണ്ടല്ലേ പറഞ്ഞിട്ട് അവൾ ഫോൺ കാതിലമർത്തി. ഹലോ അച്ഛാ, നീ എവിടെ മോളെ? വാസുദേവൻ്റെ ശബ്ദം. കോഴഞ്ചേരിയിലുണ്ട്. കരടി വാസുവിൻ്റെ വീട്ടിൽ ബോംബ് സ്ഫോടനം ഉണ്ടായത് അറിഞ്ഞല്ലോ അല്ലേ? ഇല്ല അച്ഛാ. വിജയുടെ നെറ്റി ചുളിഞ്ഞു. എന്താ സംഭവം? കഷ്ടിച്ച് 1 മണിക്കൂറായി കാണും. വാസുവും വീടിനൊപ്പം എരിഞ്ഞു തീർന്നു. ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. സ്പാനർ മൂസ എന്നൊരു നെറ്റോറിയൽ ക്രിമിനൽ രംഗത്തുണ്ട്. സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് അവൻ വാസുവിൻ്റെ വീട്ടിൽ വന്നിരുന്നു. വിജയ അത്ഭുതപ്പെട്ടു. അച്ഛനിതെങ്ങനെ അറിഞ്ഞു? ചെറുതാണെങ്കിലും ഒരു പത്രമില്ല എനിക്ക്. വാസു ഹോസ്പിറ്റലിൽ വിട്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും സംഭവം ഉണ്ടാവുമെന്ന്. അതിനാൽ അവൻ്റെ വീടിനടുത്തുള്ള ഒരാളെ ഞാൻ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. സ്പാനറിൻ്റെ ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് നിന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. വാസുദേവൻ കാൽ മുറിച്ചു. അച്ഛന് എന്തോ ഉൾഭയമുള്ളതുപോലെ അവൾക്ക് തോന്നി. മറ്റുള്ളവരോടും അവൾ മൂസയെക്കുറിച്ച് പറഞ്ഞു. ആ സമയം SP ഓഫീസിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു അരുണാചലം. ഡ്രൈവറെ ഒഴിവാക്കിയിട്ടാണ് പതിവായി താമസ സ്ഥലത്തേക്ക് പോവുക. ഇന്നും അങ്ങനെ തന്നെ. SPയുടെ കാർ റോഡിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞ് റിംഗ് റോഡിൽ പ്രവേശിച്ചു. പെട്ടെന്ന് അതിൻ്റെ പിന്നിൽ ഒരു സുമോ വാൻ്റെ മുഖം തെളിഞ്ഞു. റോഡിൽ തിരക്ക് തീരെ കുറവല്ലായിരുന്നു. SP അരുണാചലം ആക്സിലേറ്റർ അല്പം കൂടി ഞെരിച്ചു. കാർ പത്തനംതിട്ട പ്രൈവറ്റ് സ്റ്റാൻഡിനോട് അടുത്തു. പെട്ടെന്ന് സെൽഫോൺ ശബ്ദിച്ചു. എടുത്തു നോക്കിയപ്പോൾ CI അലക്സ് അബ്രഹാമാണ്. അരുണാചലം കാർ ഇടത്തേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് കാൾ അറ്റൻഡ് ചെയ്തു. ആ പറ അലക്സേ. സാർ, അലക്സ് അബ്രഹാമിൻ്റെ ശബ്ദം. തെക്കേമലയിൽ കരടി വാസുവിൻ്റെ വീട്ടിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിൽ സ്പാനർ മൂസ എന്ന പ്രസിദ്ധ ഗുണ്ടയാണ്. SP കാറിൻ്റെ എൻജിൻ ഓഫ് ചെയ്തു. തന്നോട് ഇതാര് പറഞ്ഞു? പിങ്ക് പോലീസ് SI വിജയ. അവളുടെ അച്ഛൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടെന്ന്. അരുണാചലം അമർത്തി മൂളി. താൻ ഉടനെ അങ്ങോട്ട് പോകണം. വിജയുടെ അച്ഛനെ കാണണം. സാർ, പിന്നെ ഒന്ന് നിർത്തിയിട്ട് CI അറിയിച്ചു. ഈ സ്പാനർ മൂസ കഴിഞ്ഞ ദിവസം മുൻ ആഭ്യന്തരമന്ത്രി രാജസാൻ്റെ വീട്ടിലെത്തിയിരുന്നു എന്നൊരു സൂചനയുണ്ട്. മാത്രമല്ല ഇന്നലെ കരടിവാസവും അവിടെ പോയിരുന്നു. ഷാഡോ പോലീസ് ശേഖരിച്ച വിവരമാണ്. അരുണാചലത്തിൻ്റെ കണ്ണുകൾ വികസിച്ചു. കരടിവാസു രാജസാനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുമെന്നും അതിന് രാജസാന നൽകിയ മറുപടിയാവും ആ സ്ഫോടനമെന്നും അയാൾ ഊഹിച്ചു. ശരി സാർ, എങ്കിൽ ഞാൻ അലക്സ് അബ്രഹാം പറഞ്ഞു നിർത്തി. ഓക്കെ. കാൾ കട്ട് ചെയ്തു അരുണാചലം. പിന്നെ ഡ്രൈവർ സീറ്റിലിരുന്ന തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് ഓപ്പൺ ചെയ്തു. അതിൽ നൊട്ടോറിയസ് ക്രിമിനൽസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പാനർ മൂസയെ തിരഞ്ഞു. കണ്ടെത്തി. അയാളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം മറ്റു ഡീറ്റെയിൽസ് ഓടിച്ചു വായിച്ചു. കേരളത്തിൽ ഇന്നുള്ള ക്രിമിനലുകളിൽ ഏറ്റവും വിലയേറിയവൻ. ഇരകളെ സ്പാനർ കൊണ്ടാണ് വകവരുത്തുക. ഉന്നതന്മാരുടെ കേസുകളോടാണ് താല്പര്യം. അതിലൂടെ കൂടുതൽ കുപ്രസിദ്ധി നേടാം. അതിനനുസരിച്ച് വില കൂട്ടാം. അടുത്ത വർക്കിന് സന്തത സഹചാരികൾ 3 പേരുണ്ട്. പക്ഷേ അവരുടെ പേരുകൾ വ്യക്തമല്ല. അത്രയും വായിച്ചിട്ട് അരുണാചലം ലാപ്ടോപ്പ് മടക്കി സീറ്റിൽ തന്നെ വച്ചു. വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്തു. അബാൻ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു. കോന്നിക്കടുത്ത് ഒരു ബന്ധുവിൻ്റെ പൂട്ടിക്കിടന്നിരുന്ന വീടാണ് അയാളിപ്പോൾ ഉപയോഗിക്കുന്നത്. കാർ സബ് ജയിൽ കടന്നുള്ള കയറ്റം കയറി. പിന്നീട് ചെറിയ ഇറക്കം. ആ ഭാഗത്ത് റോഡിൽ തിരക്ക് കുറഞ്ഞിരുന്നു. പൊടുന്നനെ ഇടറോഡിൽ നിന്നൊരു ബൈക്ക് മെയിൻ റോഡിലേക്ക് പാഞ്ഞു കയറി. അത് വന്നിടിച്ചത് അരുണാചലത്തിൻ്റെ കാറിൻ്റെ ഒത്ത മധ്യത്തിൽ, ഡോറുകൾ ചേരുന്ന ഭാഗത്ത്. അരുണാചലം ബൈക്ക് കണ്ട് ബ്രേക്ക് അമർത്തുന്നതിന് മുൻപ് തന്നെ ഇടി നടന്നിരുന്നു. അതിലിരുന്ന മനുഷ്യൻ ഒരു ഭാഗത്തേക്ക് വീണു. അതിനിടെ SPയുടെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് പാളി. കാർ റോഡിൽ വട്ടം തിരിഞ്ഞു. അപ്പോഴേക്കും അരുണാചലം ബ്രേക്ക് ഇട്ടു. തൊട്ടു പിന്നിൽ നീളൻ ഹോൺ വിളിയോടെ സുമോയുടെ ബ്രേക്ക് ഇട്ടു. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സ്പാനർ മൂസ ചാടിയിറങ്ങി. കാറിൽ നിന്ന് അരുണാചലം പുറത്തിറങ്ങുമ്പോഴേക്കും മൂസ മുന്നിലെത്തിയിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചത്തിൽ ആ മുഖം കണ്ട് അരുണാചലം ഒന്ന് ഞെട്ടി. യു ബാക്കി പറയും മുമ്പ് മൂസ അരുണാചലത്തിൻ്റെ മുഖത്ത് ഒരു കർച്ചീഫ് അമർത്തി. എന്നിട്ട് മന്ത്രിച്ചു. അതെ, ഞാൻ തന്നെ. ബൈക്കിൽ നിന്ന് വീണയാൾ അവിടേക്ക് ഓടിച്ചെന്നു. അരുണാചലത്തിൻ്റെ സ്വബോധം മറിഞ്ഞിരുന്നു. ഇരുവരും ചേർന്ന് തിടുക്കത്തിൽ SPയെ സുമോയിൽ കയറ്റി. ഒപ്പം അവർ 2 പേരും ചാടിക്കയറി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? സുമോ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ സ്പാനർ മൂസ ബൈക്കിൽ വന്നവനെ നോക്കി. എങ്ങനെ പറ്റാൻ? ആദ്യമല്ലല്ലോ നമുക്ക് ഇങ്ങനെയൊരു ഓപ്പറേഷൻ. അയാൾ ചിരിച്ചു. മോഷ്ടിച്ച ബൈക്കിൻ്റെ മുൻചക്രം വളഞ്ഞു പോയി, അത്രമാത്രം. റോഡിൽ ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു. മൂസ വേഗം കാറിനെ ഒഴിച്ച് സുമോ അവിടെ നിന്നും പായിച്ചു. അതിനിടെ മുൻ ആഭ്യന്തരമന്ത്രി രാജസാനെ വിളിച്ച് ഒരു കോഡ് വാക്കിലൂടെ ദൗത്യം വിജയിച്ച കാര്യം പറഞ്ഞു. സൈബർ സെല്ലുകാർക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിൽ രാജസാനൻ മറുപടി പറഞ്ഞു. എൻ്റെ മോൻ്റെ കല്യാണക്കാര്യമല്ലേ? പെണ്ണിൻ്റെ അച്ഛനുമായി എനിക്ക് നേരിൽ സംസാരിക്കണം. സ്പാനർ മൂസയ്ക്ക് കാര്യം വ്യക്തമായി. അരുണാചലത്തെ കാണുവാൻ രാജസാനൻ സാർ വരുന്നുണ്ട്. അയാളുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. സമയം 10 മണി. പത്രം ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയതേയുള്ളൂ വാസുദേവൻ. വിജയ അല്പം മുമ്പാണ് വന്നത്. വാസുദേവൻ സിറ്റൗട്ടിലേക്ക് കാൽ വെച്ചതും ഒരു വാഹനത്തിൻ്റെ വെളിച്ചം ശരീരത്തിൽ പതിഞ്ഞു. അയാൾ തിരിഞ്ഞു നോക്കി. പോലീസ് വാഹനത്തിൻ്റെ മുകളിലെ ബീക്കൺ ലൈറ്റ് കണ്ടു. വാസുദേവൻ അവിടെ തന്നെ നിന്നു. പോലീസിൻ്റെ ഒരു ബൊലോറോ മുറ്റത്തേക്ക് കയറി ബ്രേക്കിട്ടു. അതിൽ നിന്ന് CI അലക്സ് അബ്രഹാം ഇറങ്ങി. വാസുദേവനെ അയാൾ അറിയാം.
എന്താ സാർ ഈ രാത്രിയിൽ? ജോലി ഇതായി പോയില്ലേ വാസുവേട്ടാ? ചിരിച്ചുകൊണ്ട് CI അടുത്തെത്തി. വരൂ, നമുക്ക് അകത്ത് കയറിയിരുന്ന് സംസാരിക്കാം. വാസുദേവന് പിന്നാലെ CIയും അകത്തെത്തി. വിജയും ഇറങ്ങി വന്നു. ഇരിക്കു സാറേ. വാസുദേവൻ സെറ്റിയിലേക്ക് കഴിച്ചുകൊണ്ട് അലക്സ് അബ്രഹാം ഇരുന്നു. എതിരെ വാസുദേവനും. സാർ രാത്രിയിൽ വന്നതിൻ്റെ കാരണം എനിക്കറിയാം. മോള് സാറിനെ വിളിച്ചു കാണും അല്ലേ? ചോദിച്ചുകൊണ്ട് അയാൾ വിജയെ നോക്കി. അവൾ തലകുനിച്ചു. അലക്സ് അബ്രഹാം മൂളി. അവൾ പറഞ്ഞത് സത്യം തന്നെയാ സാറേ. സ്പാനർ മൂസയാണ് കരടി വാസുവിനെ കാണാനെത്തിയത്. ആ സമയം അയാളുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ടായിരുന്നു. വാസുദേവൻ തൻ്റെ സെൽഫോണിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് CIയെ കാണിച്ചു. സുമോയിൽ നിന്നിറങ്ങി കരടി വാസുവിൻ്റെ മുറ്റത്തേക്ക് കയറുന്ന മൂസ. വെളിച്ചം അല്പം കുറവാണെങ്കിലും ആ ചിത്രം വ്യക്തമാണ്. എൻ്റെ ഫോണിലേക്ക് ഇതൊന്ന് വാട്സപ്പിൽ അയക്കണം, അലക്സ് അബ്രഹാം പറഞ്ഞു. നിർത്തിയ നിമിഷത്തിൽ അയാളുടെ ഫോൺ ശബ്ദിച്ചു. അറ്റൻഡ് ചെയ്ത CI അടുത്ത നിമിഷം പരിഭ്രമത്തോടെ ചാടി എഴുന്നേറ്റു. വാസുദേവന് അപകടം മണത്തു. കണ്ണങ്കരയ്ക്ക് അടുത്ത് വെച്ച് SP സാറിന് ഒരു ആക്സിഡൻറ്റ്. പക്ഷേ സാറിനെ കാണാനില്ല. ആ വഴി വന്ന ഒരു സുമോയിലേക്ക് എടുത്തു കയറ്റുന്നത് കണ്ടുവെന്ന് ആ വഴി വന്ന മറ്റു ഡ്രൈവർമാരുടെ മൊഴിയുണ്ട്. വിജയുടെ തലച്ചോറിൽ ഒരു മിന്നൽ പാഞ്ഞു. അവൾ എന്തോ പറയാൻ ഭാവിക്കുമ്പോഴേക്കും ഞാൻ പിന്നെ വരാമെന്നറിയിച്ച് CI പുറത്തേക്ക് പാഞ്ഞു കഴിഞ്ഞു. മിന്നൽ വേഗത്തിൽ ബൊലേറോ കുതിച്ചു പോയി. അത് അയാൾ തന്നെ, ആ സുമോയിലുണ്ടായിരുന്ന ആൾ. വിജയ പിറുപിറുത്തു. വാസുദേവൻ മകൾക്ക് നേരെ തിരിഞ്ഞു. ആര്? സ്പാനർ മൂസ. വാസുദേവൻ അന്താളിച്ചു. ഒട്ടും സമയം കളയാതെ വിജയ തൻ്റെ മുറിയിലേക്ക് ഓടി. തിടുക്കത്തിൽ ഫോണെടുത്ത് റെഡ് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു. ആ നേരത്തെ പത്തനംതിട്ടയിൽ ചുട്ടിപ്പാറയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നു സ്പാനർ മൂസ. നിർത്തിയിട്ട സുമോയിൽ നിന്ന് അയാൾ ഒരു ചാക്കുകെട്ട് കണക്കെ SP അരുണാചലത്തെ വലിച്ചു പുറത്തിട്ടു. അങ്ങു താഴെ സബ് ജയിൽ മുകളിൽ നിന്ന് കണ്ടു. SP ഒന്ന് ഞരങ്ങി. പക്ഷേ അയാൾക്ക് സ്വബോധം വീണിരുന്നില്ല. പാറപ്പുറത്ത് സ്പാനർ മൂസയും സഹായിയും ഇരുന്നു. ഇവിടെ നിന്ന് ഒരു പാറ ഉരുട്ടിവിട്ടാൽ കൃത്യം ജയിലിൻ്റെ മതിലിനുള്ളിൽ തന്നെ വീഴും അല്ലേ അണ്ണാ? സഹായി അയാളെ നോക്കി. മൂസ ചിരിച്ചു. പാറയ്ക്ക് പകരം ഈ കിടക്കുന്ന അരുണാചലത്തിൻ്റെ ശരീരമാണെങ്കിലോ വല്ലയിടത്തും തങ്ങിയിരുന്നേക്കും. എന്നാലും നമ്മൾ ഇന്ന് അതൊന്ന് പരീക്ഷിച്ചു നോക്കും. ആ പറഞ്ഞത് സഹായിക്കും ഇഷ്ടമായി. വിക്രമ, മൂസ സഹായി വിളിച്ചു. എന്താണാ? അയാൾ തിരിഞ്ഞു. നിൻ്റെ പോക്കറ്റിൽ മരുന്നുണ്ടോ? അയാൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് നൽകി. ബ്രൗൺ ഷുഗർ. അതിൽ അല്പം തൻ്റെ കൈത്തണ്ടയിലേക്ക് തട്ടിയിട്ടിട്ട് മൂസ മൂക്കിലൂടെ വലിച്ചു കയറ്റി. ശേഷം ആസ്വദിക്കും പോലെ ഒരു നിമിഷം ഇരുന്നു. തുടർന്ന് കൈത്തണ്ടയിൽ ബാക്കിയുണ്ടായിരുന്നത് നാവ് നീട്ടി നുണഞ്ഞു. ചുട്ടിപ്പാറയ്ക്ക് മുകളിലെ ചെറിയ ക്ഷേത്രത്തിന് മുന്നിൽ ആരോ കത്തിച്ച ഒരു വിളക്ക് ഇപ്പോഴും കെടാതെ നിൽക്കുന്നു. കാറ്റിൽ അതിൻ്റെ നാളം ഇളകിക്കൊണ്ടിരുന്നു. പത്തനംതിട്ടയിലെ വിവിധ റോഡുകളിലൂടെ പോകുന്ന വാഹനങ്ങളുടെ വെളിച്ചം അവിടെ ഇരുന്നാൽ കാണാം. വെളിച്ചത്തിൻ്റെ പാമ്പുകൾ പാഞ്ഞു പോകുന്നത് പോലെ. അരുണാചലം ഒന്നുകൂടി ഞരങ്ങി അസ്പൃഷ്ടമായി എന്തോ പറഞ്ഞു. മര്യാദയ്ക്ക് അവിടെ കിടന്നോണം പുല്ല്, അല്ലെങ്കിൽ രാജസ്ഥാന സാറ് വരാനൊന്നും കാത്തിരിക്കില്ല ഞാൻ. മൂസ മുരണ്ടു. ഒരു കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും സമ്മതിക്കാത്ത ആളാണ് ഞാൻ. വിക്രമനും ബ്രൗൺ ഷുഗർ അല്പം നനഞ്ഞു. സാദിക്കും ഗ്രിഗറിയും എവിടെയാടാ? മൂസ വിക്രമനോട് വീണ്ടും തിരക്കി. അവരങ്ങ് താഴെ റോഡിൻ്റെ പരിസരത്ത് കാണും. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് മെസ്സേജ് തരാൻ. സ്പാനർ മൂസ അമർത്തി മൂളി. പിന്നെ എഴുന്നേറ്റു. സാന സാർ വരുമ്പോഴേക്കും നമുക്ക് ഇയാളെയൊന്ന് ഒരുക്കി കിടത്താം. നിലാവ് പരന്നു കിടക്കുന്ന പാറയ്ക്ക് മേൽ അയാൾ ചുറ്റും നോക്കി. ക്ഷേത്രത്തിനടുത്ത് കുറച്ച് കരിങ്കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അതിൽ 5 എടുത്തോണ്ട് വാടാ, അയാൾ സഹായിയോട് കൽപ്പിച്ചു. വിക്രമൻ പോയി ആയാസപ്പെട്ട് ഓരോ കല്ലായി എടുത്തു കൊണ്ടുവന്നു. പിന്നെ ഇരുവരും ചേർന്ന് SP അരുണാചലത്തെ മലർത്തിക്കിടത്തി. കൈകൾ രണ്ടും ഇരുവശത്തേക്ക് മലർത്തി വെച്ചു. കൈപ്പത്തികൾക്ക് മുകളിൽ ഓരോ കല്ലും വെച്ചു. എത്ര വലിച്ചാലും ആ കൈകൾ എടുക്കാൻ കഴിയില്ലെന്ന് അവർക്കുറപ്പുണ്ട്. അടുത്തതായി SPയുടെ കാലുകൾ രണ്ടും അകത്തി വെച്ചിട്ട് പാദങ്ങൾക്ക് തൊട്ട് മുകളിലായി ഓരോ കല്ലുകൾ വെച്ചു. വേദനിച്ചിട്ടെന്ന വണ്ണം അരുണാചലം ഞരങ്ങി. 5ാമത്തെ കല്ല് ഉയർത്തി അവർ അരുണാചലത്തിൻ്റെ അരക്കെട്ടിലും വെച്ചു. ഇപ്പോൾ ഭദ്രം. ഇരുവരും ചിരിച്ചു. ഇനി ഇവൻ്റെ മുഖത്ത് തുപ്പിയാലും പെടുത്താലും അങ്ങനെ കിടന്നോളും. പൊടുന്നനെ വിക്രമിൻ്റെ ഫോണിൽ ഒരു മിസ്ഡ് കോൾ വന്നു. രാജസേനൻ സാറും മറ്റും വരുന്നുണ്ട്, അയാൾ പറഞ്ഞു. 1 മിനിറ്റ് കഴിഞ്ഞ് ആകാശത്തേക്ക് വെളിച്ചത്തിൽ 2 വാളുകൾ ചീറിപ്പോകുന്നതവർ കണ്ടു. പിന്നെ അത് മെല്ലെ താണ് ലംബമായി അവരുടെ മേൽ പതിഞ്ഞു. അടുത്ത നിമിഷം ലൈറ്റ് അണഞ്ഞു. നിലാവെളിച്ചത്തിൽ പാറപ്പുറത്തുകൂടി അവർക്കരികിലേക്ക് വന്ന ആ ഇന്നോവ കാർ നിന്നു. മുന്നിലെ ഇരുവശത്തേക്കും റോഡുകൾ ഒരേ നിമിഷം തുറക്കപ്പെട്ടു. രാജസേനും മകൻ രാഹുലും ഇറങ്ങി. അയാൾ എന്തിയേ? രാഹുൽ ശബ്ദം താഴ്ത്തി തിരക്കി. ദാ കിടക്കുന്നു. മൂസ പാറപ്പുറത്തേക്ക് കൈ ചൂണ്ടി. കൊള്ളാം. ലോകത്ത് ഇന്നേ വരെ ആരും ആരെയും ഇങ്ങനെ ഉറക്കി കിടത്തിയിട്ടുണ്ടാവില്ല. കൺഗ്രാറ്റ്സ് മൂസ. രാജസേനൻ അയാളുടെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. നിങ്ങൾ രണ്ടാളും കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോഴിനി സമയം കളയാതെ ഇയാളെ അങ്ങ് തീർത്തേക്കൂ സാറേ. സ്പാനർ മൂസ തിരക്ക് കൂട്ടി. ഓരോ കൊലപാതകവും മൂസയ്ക്ക് ലഹരിയാണെന്ന് രാജസേനും രാഹുലും ഓർത്തു. അങ്ങനെ അങ്ങ് തീർത്താൽ പറ്റത്തില്ല മൂസേ. ആരാണ് ഇവനെ കൊല്ലാൻ കൽപ്പിച്ചതെന്നും അത് എന്തിനു വേണ്ടിയായിരുന്നെന്നും ഇവ അറിയണ്ടേ? നിയമവും നീതിയും തൻ്റെ അണ്ടർവെയറിൻ്റെ പോക്കറ്റിലാണെന്നല്ലേ ഈ നീതിമാൻ കരുതിയിരിക്കുന്നത്.
മരിക്കും മുമ്പ് അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഇവനെ ബോധ്യപ്പെടുത്തണ്ടേ? രാജസേനൻ്റെ ശബ്ദം ക്രൂരമായി. ചുറ്റിപ്പാറയ്ക്ക് മീതെ വീശിയ കാറ്റിൽ പോലും മരണത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. രാഹുലും ചുണ്ടനക്കി. ഇവൻ ഇവിടെ കിടന്ന് അലറിക്കരയണം. ആ ശബ്ദം ആകാശത്ത് ലയിക്കുകയല്ലാതെ ഒരിക്കലും താഴ്വാരത്തെത്തുകയോ ആരെങ്കിലും ഓടിവരികയോ ചെയ്യില്ല. ആ പറഞ്ഞ നിമിഷം അതുവരെ കത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രത്തിലെ ഒറ്റക്കല്ലിൽ തിരിയണഞ്ഞു. ഇവനൊന്നുണർത്ത്. രാജസേനന് ധൃതിയായി. നല്ല ഡോസില സാറേ ക്ലോറോഫോം കൊടുത്തിരിക്കുന്നത്. സ്പാനർ മൂസ ചുറ്റും നോക്കി. കുറച്ച് വെള്ളമെങ്കിലും. ഇപ്പം കൊണ്ടുവരാം. രാഹുൽ പിന്തിരിഞ്ഞു. അവൻ ചെന്ന് ഇന്നോവയുടെ ഡോർ തുറന്നു. ഡോർ തുറക്കുമ്പോൾ ഉള്ളിലെ ലൈറ്റ് തെളിയാതിരിക്കാൻ നേരത്തെ തന്നെ അത് ഓഫ് ചെയ്തിരുന്നു. രാഹുൽ മടങ്ങി വന്ന് ഒരു കുപ്പി തണുത്ത ബിയറുമായാണ്. അതവൻ വിക്രമന് നേരെ നീട്ടി. വിക്രമൻ ബിയർ കുപ്പിയുടെ അടപ്പ് കടിച്ചു തുറന്നു. ശേഷം SP അരുണാചലത്തിൻ്റെ മുഖത്തേക്ക് ചരിച്ചു. കണ്ണിലും മൂക്കിലും ബിയർ വീണപ്പോൾ അരുണാചലം തല കുടഞ്ഞു. ബിയർ പത ചുറ്റും ചിതറി. വല്ലവിധേനയും അരുണാചലം കണ്ണു തുറന്നു. അസഹ്യമായ നീറ്റൽ അകത്തേക്ക് അരിച്ചിറങ്ങി. ഹാ! അയാൾ വാ പിളർന്നു. വിക്രമൻ കുറച്ച് ബിയർ ഒഴിച്ചു കൊടുത്തു. തൂഹ്! അരുണാചലം തല വെട്ടിച്ചുകൊണ്ട് തുപ്പി. തുപ്പലും ബിയർ പതയും കൂടിക്കലർന്ന് കവിളിലൂടെ ഒഴുകി. എടാ എടാ കാക്കിയുടെ സേവക, കണ്ണു തുറന്ന് ശരിക്കും നോക്കടാ. രാജസേനൻ കാൽ നീട്ടി അയാളുടെ വാരിയലുകൾക്കിടയിൽ ഒറ്റത്തൊഴി. അരുണാചലം വേദനയിലൊന്ന് നിലവിളിച്ചുകൊണ്ട് എഴുന്നേൽക്കാനാഞ്ഞു. പക്ഷേ ശിരസ്സു മാത്രമേ ഉയരുന്നുള്ളൂ. അരുണാചലം നീറുന്ന കണ്ണുകൾ വലിച്ചു തുറന്നു നോക്കി. നിലാവിന് താഴെ തനിക്ക് ചുറ്റും 4 പേർ നിൽക്കുന്നത് കണ്ടു. മുകളിൽ നിന്ന് വെളിച്ചം വരുന്നതിനാൽ അവരുടെ മുഖം വ്യക്തമാകുന്നില്ല. താൻ എവിടെയാണെന്നും അയാൾ അറിഞ്ഞില്ല. ലോകത്തിൻ്റെ നെറുകയിലാണ് എന്ന തോന്നൽ മാത്രം. പൊടുന്നനെ മിന്നൽ പോലെ അരുണാചലത്തിൻ്റെ തലച്ചോറിലേക്ക് ആക്സിഡന്റ് രംഗം ഓടിയെത്തി. അതിനുശേഷം എന്തു നടന്നു? ആരാ? അയാൾ തിരക്കി. ഞാൻ രാജസേനനാടാ, പുന്നാര SP. നീ എന്നോട് കുറച്ച് കളിച്ചല്ലോ. അതുകൊണ്ട് നിന്നെ ഞാനിങ്ങ് പൊക്കിച്ചതാ കൊല്ലാൻ. രാജസേനൻ ചിരിച്ചു. അരുണാചലം നടുങ്ങിപ്പോയി. തൻ്റെ കൈകാലുകളിലെയും അരക്കെട്ടിലെയും ഭാരം അയാൾ തിരിച്ചറിഞ്ഞത് അപ്പോൾ മാത്രമാണ്. മരിക്കാൻ നിനക്ക് ഭയമുണ്ടോ? ചോദിച്ചത് രാഹുലാണ്. ഇത്രയും സമയത്തിനുള്ളിൽ SP ധൈര്യം വീണ്ടെടുത്തിരുന്നു. ഒട്ടുമില്ല. അയാൾ പല്ലു കടിച്ചു. പക്ഷേ നിന്നെയൊക്കെ പോലെ തന്തയ്ക്ക് പിറക്കാത്തവന്മാർ കാരണമാണല്ലോ എന്നോർക്കുമ്പോൾ ഒരു പുച്ഛം. മരിക്കാൻ നേരത്തും ഇവൻ്റെ അഹങ്കാരം കണ്ടില്ലേ? രാഹുൽ അയാളുടെ നെഞ്ചത്ത് ഒരു ചവിട്ട് കൊടുത്തു. അരുണാചലൻ ശ്വാസം വലിച്ചു വിട്ടു. രാഹുലേ, നീ നിൽക്കുന്ന രാജസേനന് ഉണ്ടായവനാണെങ്കിൽ എൻ്റെ ശരീരത്തിലെ ഈ ഭാരം ഒന്ന് മാറ്റാൻ പറ. എന്നിട്ട് എൻ്റെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് ഇങ്ങനെയൊന്ന് പ്രസംഗിച്ചടാ. അത് വേണ്ട. സ്പാനർ മൂസലപ്പെട്ടു. ആരെങ്കിലും കടുവ അയച്ചുവിട്ട് ഭാഗ്യം പരിശോധിക്കുമോ? അടുത്ത നിമിഷം രാജസേനൻ്റെ ഫോണിലേക്ക് ഒരു കാൾ വന്നു. രാജസേനൻ ഫോൺ എടുത്ത് നോക്കി. ഒരു കോയിൻ ബൂത്തിലെ നമ്പർ. സംശയത്തോടെ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ? സാർ വീട്ടിൽ തന്നെയുണ്ടോ? കേട്ടത് സ്ത്രീ ശബ്ദം. അയാളുടെ നെറ്റി ചുളിഞ്ഞു. ഈ സമയത്ത് ഇതേത് സ്ത്രീ? അതും കോയിൻ ബൂത്തിൽ നിന്ന്? നീ ആരാടി? അയാളുടെ സ്വരമുയർന്നു. ആരുമാകട്ടെ, വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന അമ്മിണിയാണെന്ന് വിചാരിച്ചോ? രാജസേനൻ ഒന്ന് ഞെട്ടി. എങ്കിലും പല്ലു കടിച്ചുകൊണ്ട് തിരക്കി. നിനക്ക് എന്ത് വേണം? എനിക്ക് സാറിനെ കല്യാണം കഴിക്കണം. എന്താ, പറ്റുമോ? രാജസേനൻ സ്തബ്ധനായി. അപ്പോൾ അവൾ വീണ്ടും തിരക്കി. മകൻ്റെ കല്യാണം ആലോചിക്കാൻ പോയിരിക്കുകയാണ് അല്ലേ? രാജസേനയിൽ അടുത്ത ഞെട്ടൽ. താൻ മൂസയോട് ഫോണിൽ പറഞ്ഞ കോഡ് അതെങ്ങനെ ഇവളറിഞ്ഞു? നീ ആരാണെന്ന് പറയടി, അയാൾ അലറി. പിന്നെ അത് തന്നെ ചോദിക്കാതെ സാറേ. പിന്നെ ഇങ്ങനെ പ്രഷർ കൂട്ടാതെ. അതിരിക്കട്ടെ, മകൻ്റെ കല്യാണം ചുട്ടിപ്പാറയ്ക്ക് മുകളിൽ വെച്ച് തന്നെ നടത്തുമോ അതോ സദ്യയ്ക്ക് എത്ര കൂട്ട പായസം കാണും? രാജസേനൻ്റെ സർവ്വ നിയന്ത്രണവും പോയി. ഒപ്പം ഭീതിയും അയാൾ ഗ്രഹിച്ചു. താൻ ഇവിടെ എത്തിയ കാര്യം കൃത്യമായി അവൾ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഓരോന്നും അവൾ അറിയുന്നു. ആ ഒരു ചിന്ത വന്നതോടെ അയാൾ ഭീതിയോടെ ചുറ്റും നോക്കി. പിന്നെ ഫോൺ ഓഫ് ചെയ്തു. രാഹുലും സ്പാനർ മൂസയും വിക്രമനും അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്ത് പറ്റി സാറേ? മൂസ ഉദ്യോഗത്തോടെ തിരക്കി. ഒന്നുമില്ല, ഇവനെ തീർത്തേരെ. മൂസ തിരിഞ്ഞ് വിക്രമന് നേർക്ക് കൈ നീട്ടി. അയാൾ സുമോയിൽ നിന്ന് ഒരു വലിയ സ്പാനർ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. പെട്ടെന്ന് വീശിയ കാറ്റിൽ പെട്രോളിൻ്റെ ഗന്ധം. ഇതെവിടുന്നാ? നമ്മുടെ വണ്ടികൾ ഡീസലാണല്ലോ. മൂസ മൂക്ക് വിടർത്തി. പെട്ടെന്ന് കണ്ടു ചുട്ടിപ്പാറയുടെ അങ്ങേയറ്റത്ത് മെഴുകുതിരി നാളം പോലെ ഒരു തീജ്വാല. 3 അടി ഉയരത്തിൽ നിന്ന് അത് പാറയിലേക്ക് താഴ്ന്നു. പിന്നെ കാണുന്നത് മിന്നൽ വേഗത്തിൽ തീയുടെ ഓട്ടം. തീ പിടിച്ച ഒരു കയർ വലിക്കുന്നത് പോലെ തീയുടെ ആ വര രാജസേനൻ്റെ ഇന്നോവയ്ക്ക് നേരെയാണ് ഓടിയത്. എൻ്റെ കാർ. രാജസേനന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് തീ കാറിനുള്ളിലേക്ക് കടന്നു. പിന്നെ കാണുന്നത് കാറിനുള്ളിൽ ശക്തമായ വെളിച്ചം. അടുത്ത നിമിഷം ഉഗ്രസ്ഫോടനം. തീ പിടിച്ച ചിറകുകളുമായി കാറിൻ്റെ ഭാഗങ്ങൾ മുകളിലേക്കും പിന്നെ ചുറ്റിലേക്കും ചിതറി. കാറിനെ ആരോ പെട്രോളിൽ കുളിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തം. കാറിൻ്റെ തീ പിടിച്ച ഒരു ടയർ അവർക്ക് നേരെ മിന്നൽ വേഗത്തിൽ ഉരുണ്ടു വന്നു. നിലവിളിച്ചുകൊണ്ട് അവർ ഓടിമാറി. തീയുടെ ആ വൃത്തം അവരെ കടന്ന് പാറയുടെ ചെരുവിലേക്ക് ഉയർന്ന് സബ് ജയിലിൻ്റെ ഭാഗത്തേക്ക് പോയി. പാറകളിൽ തട്ടിത്തെറിച്ച് അത് സബ് ജയിലിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ പതിക്കുന്നതും
ഒന്ന് ചാടി ഉയർന്നിട്ട് വീണ്ടും വീണ് കുടച്ചക്രം കണക്കെ തറയിൽ കറങ്ങുന്നതും അവർ കണ്ടു. മൂസേ, രാജസേനൻ വിലപിച്ചു. അപകടമാടോ? പറഞ്ഞതും രാജസേനൻ പിന്തിരിഞ്ഞോടി. തൊട്ടു പിന്നാലെ ശരവേഗത്തിൽ രാഹുലും. കാർ കത്തിയെരിയുന്നതിനാൽ പാറയ്ക്ക് മുകളിൽ പകൽ പോലെ വെളിച്ചം. സബ് ജയിലിൽ അണഞ്ഞിരുന്ന ലൈറ്റുകൾ പെട്ടെന്ന് തെളിഞ്ഞു. ഗാർഡുകൾ പുറത്തേക്ക് പാഞ്ഞു. സംശയത്തോടെ അവർ കത്തിയെരിയുന്ന ടയറിലേക്കും കുന്നിൻ മുകളിലേക്കും നോക്കി. അണ്ണാ, പെട്ടെന്ന് തീർക്കുകയാളെ! വിക്രമൻ സ്പാനർ മൂസയെ നോക്കി അലറി. എരിയുന്ന തീ മൂസയുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത് വിക്രമൻ കണ്ടു. ഏറ്റെടുത്ത ജോലി ഞാൻ തീർത്തിരിക്കുമടാ. മൂസ ഒരു കുതിപ്പിന് അരുണാചലത്തിൻ്റെ നെഞ്ചിനിരുവശത്തും കാൽ കുത്തി നിന്നു. പിന്നെ ആ ശിരസ് ലക്ഷ്യമാക്കി 2 കൈയും ചേർത്ത് വെച്ച് സ്പാനർ ഓങ്ങി. തൻ്റെ നേരെ താഴാൻ ഭാവിക്കുന്ന സ്പാനറിലേക്ക് SP അരുണാചലം ഭീതിയോടെ നോക്കി. പിന്നെ ചുട്ടിപ്പാറയ്ക്ക് മുകളിൽ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ക്ഷേത്രത്തിലേക്കും. ഇവിടെ ദൈവികമായ ഒരു ചൈതന്യം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കുമോ? അരുണാചലം അങ്ങനെ ചിന്തിച്ച നിമിഷത്തിൽ ഒരു ഗർജനം കേട്ടു. സ്പാനർ മൂസ! അയാൾ നടുങ്ങിത്തിരിഞ്ഞു. തന്നെയും വിക്രമനെയും വലയം ചെയ്ത 5 പേർ. അവരുടെ കൈകളിൽ നീട്ടിപ്പിടിച്ചിരിക്കുന്ന പിസ്റ്റളുകൾ. അരുണാചലം സാറിനെ തൊട്ടാൽ നിന്റെ ശരീരം ഞങ്ങൾ ബുള്ളറ്റുകൾ കൊണ്ട് അരിപ്പയാക്കും. നേരത്തെ കേട്ട അതേ ശബ്ദം. മൂസ ഒരു നിമിഷം നിശ്ചലനായി. ആ സമയം ഒരാൾ അയാൾക്ക് നേരെ പറന്നു വന്നു പിന്നിലൂടെ. ആദ്യത്തെ അടി മൂസയുടെ കഴുത്തിലായിരുന്നു. നനഞ്ഞ തുണിക്കല്ലിൽ അടിക്കുന്ന ശബ്ദം. കിടുങ്ങിപ്പോയി വിക്രമനും. സ്പാനർ മൂസ ഒരു വശം ചെരിഞ്ഞ് പാറപ്പുറത്തേക്ക് വീണു. ബാക്കി 4 പേരും പാഞ്ഞെത്തി. പൊടുന്നനെ മൂസ വർദ്ധിത വീര്യത്തോടെ ചാടി എണീറ്റു. തറയിൽ നിന്ന് ഒരു കുട്ടിയാൻ എഴുന്നേൽക്കും പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നിയത്. അടുക്കരുത്, ഒരുത്തൻ്റെയെങ്കിലും തലമുണ്ട അടിച്ചു പൊളിക്കും ഞാൻ. അയാൾ മുരണ്ടുകൊണ്ട് സ്പാനർ വീശി വട്ടം തിരിഞ്ഞു. ആഗതർ ഒന്ന് പകച്ചു. കയ്യിലിരിക്കുന്നത് പിസ്റ്റളുകളാണെങ്കിലും. വിക്രമാ! അടയാളവാക്യം പോലെ മൂസ വിളിച്ചു. അണ്ണാ! പറഞ്ഞതും അരയിൽ നിന്നൊരു കത്തി വലിച്ചുവരി വിക്രമൻ. പിന്നെ ദടുതിയിൽ അരുണാചലത്തിൻ്റെ തലക്കിലിരുന്നു. തുടർന്ന് കത്തിമുന അയാളുടെ കഴുത്തിൽ കുറുകെ അമർത്തി. നിങ്ങൾ എനിക്ക് നേരെ നിറയൊഴിച്ചാലും ഈ SP-യുടെ കുരവള്ളി മുറിച്ചുവിടും ഞാൻ. അത് കേട്ട് മറ്റുള്ളവർ പരസ്പരം നോക്കി. അണ്ണാ! വിക്രമൻ സ്പാനർ മൂസയെ വിളിച്ചു. ശേഷം ചുറ്റും നിന്നവർക്ക് നേരെ കണ്ണയച്ചു. അണ്ണനെ നിങ്ങൾ തടയരുത്. തടഞ്ഞാൽ നേരത്തെ പറഞ്ഞത് സംഭവിക്കും. ആരും മിണ്ടിയില്ല. മൂസ സുമോയ്ക്ക് നേരെ കുതിച്ചു. അതിൽ പറന്നു വീണ് സ്റ്റാർട്ട് ചെയ്തു. ഹെഡ്ലൈറ്റുകളെ തീ എരിയിച്ചുകൊണ്ട് സുമോ പാറപ്പുറത്ത് വട്ടം തിരിഞ്ഞു. ഒപ്പം അവർക്ക് നേരെ പാഞ്ഞു വന്നു. 2 പേർ വെട്ടിയൊഴിഞ്ഞ് ഇരുവശത്തേക്കും ചാടി. മിന്നൽ വേഗത്തിൽ വിക്രമൻ ചാടി ഉയർന്ന് സുമോയുടെ ഡോർ വലിച്ചു തുറന്നു. മൂസ സുമോ നിർത്തിയില്ല. ഓടുന്ന അതിൽ ചാടി കയറി വിക്രമൻ ഡോറടിച്ചു. പരിഭ്രാന്തനായ ഒരു കാട്ടുമൃഗത്തെപ്പോലെ സുമോ കുന്നിറങ്ങിപ്പോയി. ഒരു സെക്കൻഡിലെ മരവിപ്പിന് ശേഷം 5 പേരും ഉണർന്നു. സാറിൻ്റെ ശരീരത്തിൽ നിന്ന് കല്ല് മാറ്റ്! ഒരാൾ അലറി. 5 പേരും ഓരോ കല്ലുകൾ വീതം നീക്കം ചെയ്തു. എന്നിട്ടും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അരുണാചലം. ശരീരം മരവിച്ച് വാഴത്തട പോലെ ആയിരുന്നു. അവർ അയാളെ കൈപ്പിടിച്ചുയർത്തി പാറപ്പുറത്ത് ഇരുത്തി. പ്രാണൻ തിരികെ കിട്ടിയെന്ന് അപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അരുണാചലത്തിന്. വല്ല വിധേനയും കിതച്ചുകൊണ്ട് അരുണാചലം നാവനക്കി. ആരെ നിങ്ങളൊക്കെ? സാർ! 5 പേരും അയാൾക്ക് മുന്നിൽ അറ്റൻഷനായി. സാർ, ഞങ്ങൾ അങ്ങയുടെ സബോർഡിനേറ്റ്സായ SIമാരാണ്. ഞാൻ സൈബർ സെല്ലിലെ ബിന്ദുലാൽ. അയാളെ SP പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ബിന്ദുലാൽ ബാക്കിയുള്ളവരെ കൂടി പരിചയപ്പെടുത്തി. ഇവർ ആർജവ്, ഉമേഷ് കുമാർ, ബെഞ്ചമിൻ, വിഷ്ണുദാസ്. താങ്ക്സ്. അരുണാചലം ശ്വാസം വലിച്ചുവിട്ടു. പിന്നെ കൈ പാറയിൽ കുത്തി എഴുന്നേറ്റു. തക്ക സമയത്ത് നിങ്ങൾ വന്നത് നന്നായി. 5 പേരും ഭവ്യതയോടെ നിന്നു. ആട്ടെ, നിങ്ങളെങ്ങനെ വിവരം അറിഞ്ഞു? ബിന്ദുലാൽ മറുപടി നൽകി. രാജസേനും സ്പാനർ മൂസയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ എനിക്ക് സംശയം തോന്നി. ഗുഡ്. SP അയാളുടെ തോളിൽ തട്ടി. ആ സമയം രാജസേനും രാഹുലും വീട്ടിലെത്തിയിരുന്നു. തൊട്ടടുത്ത നിമിഷം മുറ്റത്തേക്ക് ഒരു ജീപ്പ് ഇരച്ചു കയറി നിന്നു. രാജസേനൻ ഞെട്ടലിൽ മകനെ നോക്കി. രാഹുൽ, ആരോ നമ്മളെ പിന്തുടർന്ന് വന്നിരിക്കുന്നു. ഏയ്! അവൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത തണുത്ത വെള്ളത്തിൻ്റെ കുപ്പി വായിലേക്ക് ചരിച്ചു. ഓടിത്തളർന്ന അവർ ഓരോ ഓട്ടയിലാണ് വീട്ടിലെത്തിയത്. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായെങ്കിലും സാവിത്രി അച്ഛൻ്റെയോ മകൻ്റെയോ അടുത്തേക്ക് പോയില്ല. രാഹുൽ കുപ്പിയിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തു. ആ സെക്കൻഡിൽ കോളിംഗ് ബെൽ ശബ്ദിച്ചു. രാഹുലേ! രാജസേനൻ വിവശനായി. അച്ഛനൊന്ന് പേടിക്കാതിരിക്കേ. നമ്മുടെ വീട്ടിൽ കയറി വന്ന് നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ ഒരുത്തനും വളർന്നിട്ടില്ല. ഞാൻ പോയി നോക്കാം. അവൻ കുപ്പി ടേബിളിൽ വെച്ചിട്ട് ഹാളിലേക്ക് പോയി. രാജസേനൻ്റെ പാരവശ്യം അപ്പോഴും മാറിയിരുന്നില്ല. ചുട്ടിപ്പാറയിൽ നിന്ന് ഓടിയ ഓട്ടം മുഖമടിച്ച് വീഴുമെന്ന് പലപ്പോഴും തോന്നിയതാണ്. രാഹുൽ വാതിൽ തുറന്നു. മുന്നിൽ ഒരു കാക്കിധാരി. അവനൊന്ന് പകച്ചു. പക്ഷേ കാക്കിധാരി ചിരിച്ചു. രാഹുലിന് എന്നെ ഓർമ്മയില്ലേ? മനുശങ്കർ സാർ. പെട്ടെന്ന് അവന് ആളിനെ പിടികിട്ടി. സാർ ഈ നേരത്തെ ഇവിടെ? ഒക്കെ പറയാം. മനുശങ്കറുടെ ശബ്ദത്തിൽ പരിഭ്രമം ഉണ്ടായിരുന്നു. സാർ വരൂ. DYSP മനുശങ്കർ അകത്തേക്ക് കയറി. പുറത്തേക്കൊന്ന് പാളി നോക്കി രാഹുൽ. പ്രൈവറ്റ് ജീപ്പാണ് അവിടെ കിടക്കുന്നത്. സാർ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ സ്വയം ജീപ്പ് ഓടിച്ചു വന്നോ? അവൻ ചോദിച്ചുകൊണ്ട് വാതിലടച്ചു. വരേണ്ടി വന്നു. എനിക്ക് രാജസേനൻ സാറിനെ കാണണം. അയാൾക്ക് ധൃതി. ഞാനിവിടെ ഉണ്ട് മനു. രാജസേനൻ ഹാളിലെത്തി. മനു എന്താ പരിഭ്രമിച്ച മാതിരി? ഒന്നും പറയണ്ട സാറേ. ഞാനൊന്നിരുന്നോട്ടെ.
അനുവാദം കിട്ടും മുൻപ് മണിശങ്കർ കുഴഞ്ഞതുപോലെ സെറ്റിയിലേക്ക് അമർന്നു. എതിരെ രാജസേനും രാഹുലും ഇരുന്നു. മന്ത്രിയായിരുന്ന സമയത്ത് തലസ്ഥാനത്ത് രാജസേനൻ്റെ വലം കൈയായിരുന്നു മണിശങ്കർ എന്ന DYSP. ഏത് ശത്രുവിനെ ഒതുക്കണമെങ്കിലും മണിശങ്കറോട് ഒരു വാക്കു പറഞ്ഞാൽ മതി. തല്ലാൻ കൽപ്പിച്ചാൽ കൊന്നേച്ചു വരുന്ന സ്വഭാവക്കാരൻ. പറയൂ, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും ഞാൻ, രാജസേനൻ്റെ ഉറപ്പ്. അതുകൊണ്ട് തന്നെ സാറേ ഞാനിങ്ങോട്ട് പോകുന്നത്. മണിശങ്കർക്ക് ആശ്വാസം. തുടർന്ന് അയാൾ കാര്യം ചുരുക്കി പറഞ്ഞു. കിളിമാനൂരിൽ ഒരു ബാറിന് മുന്നിലാണ് സംഭവത്തിൻ്റെ തുടക്കം. മണിശങ്കറും ബ്ലേഡ് ബാങ്കുകാരനായ സുഹൃത്തും കൂടി ബാറിൽ കയറി മദ്യപിച്ചിട്ടിറങ്ങുമ്പോൾ വാഹനം പാർക്ക് ചെയ്തത് സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരനുമായി വാക്കേറ്റമായി. മണിശങ്കർ സിവിൽ ഡ്രസ്സിലായിരുന്നതിനാൽ ചെറുപ്പക്കാരനെ ആളെ മനസ്സിലായില്ല. വാക്കേറ്റം കയ്യാങ്കളിയിലേക്കും റോഡിലേക്കും നീങ്ങി. ഒന്ന് നിർത്തി ശ്വാസമെടുത്തിട്ട് മണിശങ്കർ തുടർന്നു. സാറിനറിയാമല്ലോ, ശരീരം നൊന്താൽ പിന്നെ ഞാനൊന്നും നോക്കുകയില്ല. റോഡിലൂടെ പാഞ്ഞു വന്ന ഒരു ലോറിക്ക് മുന്നിലേക്ക് ഞാൻ അവനെ പിടിച്ചു തള്ളി. ലോറി അവനെ ഇടിച്ചു തെറിപ്പിച്ചു. മരിച്ചെന്നാണ് തോന്നുന്നത്. ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും ഞാൻ രക്ഷപ്പെട്ടു. SIയെ വിളിച്ച് അവൻ്റെ വായിൽ കുറച്ച് മദ്യം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവിടെ നിന്നാൽ കുഴപ്പമാ, ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. അത്രയേ ഉള്ളൂ കാര്യം. കേട്ടിരുന്ന രാഹുലാണ് ആദ്യം പ്രതികരിച്ചത്. ഇതൊക്കെ എന്ത്? ആദ്യം അവൻ ചത്തോ ഇല്ലയോ എന്നറിയണ്ടേ? ആ SI ഒന്ന് വിളിക്ക്. മടിയോടെ മണിശങ്കർ SIയെ വിളിച്ചു. അവിടെ നിന്നുള്ള മറുപടി കേട്ടപ്പോൾ മണിശങ്കറുടെ മുഖം മങ്ങി. അവൻ മരിച്ചു. എങ്കിൽ സൂക്ഷിക്കണം. സർവീസ് ബുക്കിൽ ഒരുപാട് ബ്ലാക്ക് മാർക്ക് ഉള്ളവനാണ് താൻ. തൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണത്തിന് വരെ ശുപാർശ ചെയ്തിരുന്നു IG. ആ ഫയൽ ഞാൻ മുക്കിയതാ. രാജസേനൻ താടി ചൊറിഞ്ഞ് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. പിന്നെ പറഞ്ഞു, തൻ്റെ ഫോണിങ് താ. മണിശങ്കർ ഫോൺ കൈമാറി. അത് എന്തിനാണെന്ന് മാത്രം മണിശങ്കർക്കോ രാഹുലിനോ മനസ്സിലായില്ല. എന്തിനാച്ച ഫോൺ? രാഹുൽ രാജസേനനെ തുറച്ചു നോക്കി. പറയാം, ആദ്യം നിൻ്റെ ഗാങ്ങിലുള്ള ആരെയെങ്കിലും വിളിക്ക്. രാഹുൽ ഒരാളെ വിളിച്ചു. അരമണിക്കൂറിനുള്ളിൽ ആളെത്തി. രാജസേനൻ ഫോൺ സൈലൻറ്റ് മോഡിലാക്കിയിട്ട് അയാൾക്ക് കൈമാറി. ശേഷം നിർദ്ദേശിച്ചു, നീ കൊട്ടാരക്കരയ്ക്ക് പോകണം. അവിടെ നിന്ന് വെളുപ്പിന് വേളാങ്കണ്ണിക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. അതിൻ്റെ ഏതെങ്കിലും സീറ്റിനടിയിൽ ഒരു പ്ലാസ്റ്റർ കൊണ്ടോ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടോ ഫോൺ ഒട്ടിച്ചു വയ്ക്കണം. രാവിലെ ആയതിനാൽ ആരും ശ്രദ്ധിക്കാനിടയില്ല. അയാൾ അപ്പോൾ തന്നെ പോയി. അതിനുശേഷമാണ് രാജസേനൻ വിശദീകരിച്ചത്. ആ ചെറുക്കൻ ചത്ത നിലയ്ക്ക് മണിശങ്കറെ കസ്റ്റഡിയിലെടുക്കാൻ മുഖ്യൻ ഉത്തരവിടും. അതിലൂടെ 2 കാര്യങ്ങളാവും അയാൾ ലക്ഷ്യം വയ്ക്കുക. 1, ഞാനും മനുവും തമ്മിലുള്ള അടുപ്പം പുറം ലോകത്തെ അറിയിച്ച് എന്നെ കൂടുതൽ നാറ്റിക്കുക. 2, ഇപ്പോൾ മുഖ്യനുമേൽ വന്നിരിക്കുന്ന സത്യൻ്റെ കൊലപാതകത്തിൽ നിന്ന് മാധ്യമങ്ങളെ വഴിതിരിച്ചു വിടുക. സൈബർ പോലീസ് മണിശങ്കറുടെ ഫോണിന് പിന്നാലെ പോയിക്കോളും. മനു തമിഴ്നാട്ടിലേക്ക് കടന്നതായി വിചാരിച്ചോളും. അപ്പോൾ പിന്നെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാൻ നമുക്ക് മുന്നിൽ സമയമുണ്ട്. ആ ആശയം മണിശങ്കർക്ക് ഇഷ്ടമായി. തൽക്കാലം മനു, ഈ രാത്രി ഇവിടെ തന്നെ കഴിയുക. നാളെ നമുക്ക് സുരക്ഷിതമായ ഒരു ഷെൽട്ടർ ഒരുക്കാം. മണിശങ്കറെ രാഹുലിനെ കൂട്ടി അയാൾ ഗസ്റ്റ് റൂമിലേക്ക് അയച്ചു. ചുട്ടിപ്പാറയിൽ എന്ത് സംഭവിച്ചു എന്നറിയാതെ മനസ്സ് വീർപ്പുമുട്ടി. അപ്പോൾ സ്പാനർ മൂസയുടെ മെസ്സേജ് വന്നു. അത് വായിച്ചു നോക്കിയ രാജസേനൻ വിയർക്കാൻ തുടങ്ങി. അടുത്ത ദിവസം, ദേ ഇത് കണ്ടോ? സാവിത്രിയുടെ ചോദ്യം കേട്ടാണ് രാജസേനൻ ഉറക്കമുണർന്നത്. നോക്കുമ്പോൾ പത്രം നീട്ടിക്കൊണ്ട് ഭാര്യ നിൽക്കുന്നു. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. വാർത്തയിലൂടെ കണ്ണോടിച്ചു. ഞെട്ടിപ്പോയി. കരടിവാസുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി സ്പാനർ മൂസയുടെ ഫോട്ടോ. മൂസയെ അയച്ചത് താനാണെന്ന് വ്യംഗ്യമായ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. മറ്റൊന്ന്, കിളിമാനൂരിലെ പോലീസ് കൊലയാളി എന്ന പേരിൽ DYSP മണിശങ്കറെക്കുറിച്ചുള്ള ന്യൂസ്. തൻ്റെ ശരീരം ചുട്ടുപഴുക്കുന്നതായി തോന്നി രാജസേനന്. എങ്കിലും നേരിയ ആശ്വാസം തോന്നി. ചുട്ടിപ്പാറയിലെ സംഭവം ഏതായാലും പത്രത്തിലില്ല. എന്തുകൊണ്ടാണ് അരുണാചലം ആ വാർത്ത പുറത്തുവിടാത്തതെന്ന് എത്ര ചിന്തിച്ചിട്ടും അയാൾക്ക് മനസ്സിലായില്ല. സമയം രാവിലെ 10 മണി. SP അരുണാചലത്തിൻ്റെ ഓഫീസ്. തലേന്ന് രാത്രിയിൽ തന്നെ രക്ഷിച്ച 5 SIമാരെയും അവിടേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അരുണാചലം. സാർ, ഞങ്ങളുടെ സംഘത്തിൽ ഒരാൾ കൂടിയുണ്ട്, SI ബിന്ദുലാൽ ഭവ്യതയോടെ അറിയിച്ചു. അതാരാ? SPയുടെ കണ്ണുകൾ വികസിച്ചു. പിങ്ക് പോലീസ് SI വിജയ. അവരാണ് രാജസേനൻ സാറിനെ ഫോണിൽ വിളിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സമയം കിട്ടിയത്. അല്ലെങ്കിൽ അവർ സാറിനെ ബിന്ദുലാൽ പൂർത്തിയാക്കാതെ നിർത്തി. പിന്നെന്താ അവരെ കൂടി ഇങ്ങോട്ട് വിളിക്കാത്തത്? SP തിരക്കി. അവർ താഴെയുണ്ട്. സാറിൻ്റെ പെർമിഷൻ കിട്ടിയിട്ട്. അരുണാചലം പുഞ്ചിരിച്ചു. എങ്കിൽ വിളിക്കേ. ബെഞ്ചമിൻ വിജയ്ക്ക് മെസ്സേജ് നൽകി. 2 മിനിറ്റിനുള്ളിൽ അവർ SPക്ക് മുന്നിൽ അറ്റൻഷനായി. SP എല്ലാവർക്കും ചായ വരുത്തി കൊടുത്തു. അല്പനേരത്തെ സൗഹൃദ സംഭാഷണം. തുടർന്ന് അരുണാചലം പറഞ്ഞു, നിങ്ങൾ 6 പേരെയും ചേർത്ത് ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ചെറുപ്പക്കാരാണ് അതിന് യോഗ്യർ. എന്തു പറയുന്നു? അവർക്ക് സമ്മതമായിരുന്നു. അതിനിടെ വിജയ് ചോദിച്ചു, രാജസേന സാറിനെതിരെ കേസെടുക്കുന്നില്ലേ സാർ? SP ഒരു നിമിഷം മൗനം. പിന്നെ ചുണ്ടനക്കി. എൻ്റെ കാര്യത്തിൽ വേണ്ട. അത് എനിക്ക് കൂടി ഷെയിമാകും. പക്ഷേ നമ്മൾ കുരുക്കും. അയാളെ ഊരിപ്പോരാൻ പറ്റാത്ത വിധത്തിൽ. ബൈ, ഞാൻ നിങ്ങളെ ആദ്യത്തെ കേസ് ഏൽപ്പിക്കുകയാണ്. ഓപ്പറേഷൻ സ്പാനർ മൂസ. അവനെ എനിക്ക് വേണം. അതൊരു കൽപ്പനയായിരുന്നു. കഥ തുടരും.